കാലമായിട്ട് രക്ഷിക്കണ്ട, കത്തി വെക്കേണ്ടി വരുമോ? വെള്ളം പൊട്ടിച്ച് കളഞ്ഞപ്പോൾ ഒരു കറുത്ത വെള്ളമാണ് പോകുന്നത്. ആ ടൈമിൽ ഭാഗ്യം എന്നെ സ്നേഹിച്ച പോലെ പിന്നെ എന്നെ ഭാഗ്യം സ്നേഹിച്ചിട്ടേ ഇല്ല തോന്നുന്നു എനിക്ക് പലപ്പോഴും. മുമ്പ് തന്നെ പറയട്ടെ, ഡെലിവറി നടന്നത് ജില്ലാ ഹോസ്പിറ്റലിലാണ്, തൃശ്ശൂർ ജില്ലാ ഹോസ്പിറ്റലിലാണ് നടന്നത്. ഞാൻ വജൈന എനിക്ക് പ്രസവിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഹലോ, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ശ്രീയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാം. ഒന്നാമത്തേല് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്രഗ്നൻസി സ്റ്റോറിയാണ്. അപ്പോൾ അതിൽ സംസാരം മാത്രമേ ഉണ്ടാവുള്ളൂ. കേൾക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇപ്പം തന്നെ സ്കിപ്പ് ചെയ്ത് കളയാം. പിന്നെ ഇത് ഒരുപാട് അനുഭവങ്ങൾ നിറഞ്ഞ ഒരു സ്റ്റോറി ആയിരിക്കും. എത്രത്തോളം നീണ്ടുപോകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാനതിൽ മുൻകൂറെ ഒരു ജാമ്യം എടുക്കുകയാണ്. ചേട്ടന്മാർക്ക് ചേച്ചിമാർക്കൊക്കെ ഒരുപോലെ എൻ്റെ അനുഭവങ്ങൾ കേട്ടിരിക്കാനുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുമെന്ന് ഞാനും വിചാരിക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. പ്രഗ്നൻസി സ്റ്റോറിയാണ്. പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു രോഗമല്ല, ചെറിയൊരു രോഗമല്ല. ഒരുപാട് കൈകൾ, ഒരുപാട് കുഞ്ഞു കൈയും കാലും കടന്നു പോയിട്ടുണ്ട് എൻ്റെ കൈകളിലൂടെ. അതായത് ഞാനൊരു അമ്മയാവുന്നേക്കാളും മുന്നേ, ഞാൻ പ്രഗ്നൻ്റ് ആവുന്നേക്കാളും മുന്നേ ഈ ഒരു സിറ്റുവേഷനിലൂടെ ഞാൻ ഒരുപാട് കടന്നു പോയിട്ടാണ്. എനിക്ക് പ്രത്യേകിച്ച് എന്താണ് നടക്കാൻ പോണെന്നുള്ള കാര്യം എനിക്ക് വളരെ വ്യക്തമായിട്ട് അതായത് ഒരു വട്ടം പ്രസവിച്ച 2, 3, 4 വട്ടം പ്രസവിച്ച ഒരു അമ്മയേക്കാൾ കൂടുതൽ എന്താണ് നടക്കുന്നതെന്ന് സയന്റിഫിക് ആയിട്ടും, അതായത് ഫിസിക്കലും കെമിക്കലും ബയോളജിക്കലും എനിക്ക് അറിയാമായിരുന്നു. ഈ കാര്യമാണ് നടക്കാൻ പോണെന്നുള്ള കാര്യം എനിക്ക് അറിയായിരുന്നു. അത് കാരണം പ്രത്യേകിച്ച് ഒരു ആകാംക്ഷയോ അല്ലെങ്കിൽ വലിയൊരു പേടിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മളമ്മയാവുമ്പോൾ നമുക്ക് ഒരു പേഴ്സണൽ ഒരു അറ്റാച്ച്മെന്റ് വളരെ കൂടുതലായിരിക്കുമല്ലോ. അപ്പം അങ്ങനെയുള്ള കുറച്ച് മാറ്റങ്ങൾ മാത്രമാണ് ത്രൂ പ്രഗ്നൻസി ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഒരുപാട് അമ്മമാരുടെ വേദനകൾ കണ്ടുപോയിട്ടുണ്ട്. അതിലുപരി നമ്മുടെ മുന്നിൽ ജീവനറ്റ് കിടക്കുന്ന ഒരുപാട് മക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. പെൺകുട്ടിയാവുമ്പോൾ കരയുന്ന അമ്മമാരെ കണ്ടിട്ടുണ്ട്, ആൺകുട്ടിയാവുമ്പോൾ കരയുന്ന അമ്മമാരെ കണ്ടിട്ടുണ്ട്. ഒരുപാട് വികാരങ്ങൾ ഇങ്ങനെ മറഞ്ഞു പോയിട്ടുണ്ട് എന്നോട്. ഞാൻ പ്രഗ്നൻസി സ്റ്റോറി പറയുമ്പോൾ ഞാൻ ഇമോഷണൽ ആവും. അത് കാരണം കൊണ്ടാണ് ഞാൻ പലപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയാണ്ടിരുന്നത് കേട്ടോ. എനിക്ക് സങ്കടം വരും, എന്താണെന്ന് അറിഞ്ഞൂടാ. കല്യാണം ഭാഗ്യനാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന ആളെന്നൊക്കെ 2013 2 വർഷം മുന്നേ അറിയായിരുന്നു. അതങ്ങനെ ഉൾക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവാണ്. 2013 എൻ്റെ എക്സാം കഴിഞ്ഞ് ഞാൻ 2013 എക്സാം കഴിഞ്ഞു. ഞാൻ വന്നതിൻ്റെ പിറ്റേ മാസം കല്യാണമായിരുന്നു. കല്യാണം കഴിഞ്ഞ എൻ്റെ പിറ്റേ ദിവസമാണ് റിസൾട്ട് വരുന്നത്. റിസൾട്ട് വരുമ്പോൾ 2 മാർക്കിനാണ് എൻ്റെ ഫസ്റ്റ് റാങ്ക് പോയത് കേട്ടോ. അപ്പോൾ ഭയങ്കര സങ്കടവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഞാൻ അപ്പോഴും എൻ്റെ മനസ്സിൽ ജോലിക്ക് പോകാൻ പറ്റും എന്നുള്ള ഒരു വലിയൊരു ജോലിക്ക് പോകണം, എൻ്റെ സ്വപ്നങ്ങൾ, എനിക്കിങ്ങനെ വലിയൊരു നഴ്സാവണം, ICUലൊക്കെ ഒരുപാട് പേർക്ക് സഹായങ്ങൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരുപാട് പേരെ ജീവൻ രക്ഷിക്കുന്ന നല്ലൊരു നഴ്സാവണം എന്നുള്ള ഒരു ഇതിലൊക്കെയാണ്. അങ്ങനെ തന്നെയാണ് എൻ്റെ ടീച്ചർമാരും എല്ലാവരും വിചാരിച്ചത്, എൻ്റെ ഫ്രണ്ട്സൊക്കെ വിചാരിച്ചിരുന്നത്. ഞാനാണെങ്കിൽ ഓവർ സിൻസിയറിറ്റി ആയിരുന്നു എല്ലാ കാര്യങ്ങളോടും. അതായത് നിങ്ങളിപ്പോഴും എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ചോദിക്കാറില്ല എന്തിനാണ് ഇങ്ങനെ വർക്ക് ഹോളിക് ആവണത്. അന്നും അങ്ങനെ തന്നെയായിരുന്നു, ഭയങ്കര വർക്ക് ഹോളിക്കായിരുന്നു കാര്യങ്ങൾ ചെയ്യുന്നതോടെ. അപ്പോൾ ഭയങ്കര ആഗ്രഹത്തിലാണ് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്നത്. ഒരു നേഴ്സ് ആവണം എന്നുള്ള ആഗ്രഹത്തിലേക്കാണ് കടന്നു ചെല്ലുന്നത്. അവിടുന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിലേക്കാണ് കടന്നു ചെല്ലുന്നത്. ഞാൻ ഒറ്റയ്ക്കുള്ള ഒരു വീട്. ഭാഗ്യം ഒട്ടും ഇഷ്ടമില്ല, ഞാൻ ജോലിക്ക് പോകുന്നതിനോട് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കുറേ വഴക്കൊക്കെ കൂടിയിട്ടുണ്ട് കേട്ടോ തുടക്കത്തിൽ. എനിക്ക് ജോലിക്ക് എൻ്റെ ജീവിതം തന്നെ നശിപ്പിച്ചു എന്നുള്ള രീതിയിലൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഭാഗ്യൻ്റെ അടുത്ത്. പക്ഷേ എപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന വിധിയിൽ ഞാൻ വളരെയധികം വിശ്വസിക്കുന്ന ഒരാളാണ്. സത്യത്തിൽ ഞാൻ എൻ്റെ അമ്മേനെ ഏട്ടനെയൊക്കെ ഞാൻ മനസ്സിൽ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ദൈവമേ എന്ന് വിചാരിച്ചിട്ടുണ്ട് അവരോട്. പക്ഷെ ഇപ്പം എനിക്ക് അതിൽ സങ്കടമൊന്നും തോന്നണില്ല. ഇപ്പം ഞാൻ ഹാപ്പിയാണ്. നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ അതിനാലോചിച്ച് കരഞ്ഞിരിക്കാതെ മറ്റൊന്ന് തേടി പോവുക എന്നുള്ളത് എൻ്റെ ഒരു ശീലമായതുകൊണ്ടായിരിക്കാം ഞാൻ യൂട്യൂബിൻ്റെ ലോകത്തെത്തിയപ്പോൾ ഞാൻ ഹാപ്പിയാണ്. നിങ്ങളെ കാണാൻ പറ്റുന്നു. ഞാനൊരു വട്ടം അത് പറഞ്ഞതിൻ്റെ പേരിൽ ഒരുപാട് ക്രിറ്റിസിസം ചെയ്തതാണ് എന്നെ എല്ലാവരും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നേഴ്സ് ആവാൻ പറ്റാത്തതിൻ്റെ പേരിൽ, നേഴ്സ് ആവാത്തതിൽ ഒരുപാട് സങ്കടമുള്ള ഒരാളാണ് ഞാൻ. ഇപ്പോഴും എനിക്ക് സങ്കടമാണ് എൻ്റെ ജോലിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ പഠിച്ച ബുക്കുകൾ കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ്. എനിക്കൊരു നല്ല നേഴ്സ് ആവാൻ പറ്റുന്ന ഒരു ആത്മവിശ്വാസം, ചിലപ്പോൾ ഓവർ കോൺഫിഡൻസ് ആയിരിക്കാം, ബട്ട് ഐ ഹാവ്, എനിക്ക് ഉണ്ടായിരുന്നു ഒരു നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഐ കുഡ് ബി എ ഗുഡ് നേഴ്സ്, അല്ലെങ്കിൽ ഒരു നല്ല ഡോക്ടർ ആവണമെന്നായിരുന്നു വലിയ ആഗ്രഹം. പക്ഷെ അച്ഛൻ്റെ അമ്മയിലൊന്നും സാമ്പത്തികം അത്രയ്ക്കില്ലാത്ത കാരണം കൊണ്ട് ഞാനതൊന്നും പറഞ്ഞിട്ട് പോലും ഇല്ല പക്ഷെ ഇന്ന് എനിക്ക് വിചാരിച്ചാൽ പറ്റുമായിരിക്കും. പക്ഷെ
അന്ന് ഞാനത് പറഞ്ഞിട്ട് പോലുമില്ല അവറ്റങ്ങളുടെ അടുത്ത്. പാവങ്ങളെ നേഴ്സ് തന്നെ ആക്കിയത് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാ. അപ്പോൾ ഞാനിന്നത് പറയുമ്പോൾ ശ്രീജ അറിഞ്ഞുകൊണ്ട് ഇപ്പോൾ വേണ്ടാന്ന് വെച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻറ്റുകൾ വരാറുണ്ട്. അറിഞ്ഞുകൊണ്ട് വേണ്ടാന്ന് വെച്ചതല്ല, എൻ്റെ സാഹചര്യം അതായിരുന്നു. എൻ്റെ മോനെ നോക്കാൻ ആരുമില്ല. എൻ്റെ ഏട്ടന് ഭയങ്കര ടെൻഷനാണ്. ഞാൻ ഐറ്റിന് പോയിട്ടുണ്ടെങ്കിൽ, ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ ആൾക്ക് ഞാൻ ആസ് എ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നതോട് ഒരു താല്പര്യമില്ല. എന്നോട് വേണമെങ്കിൽ ടീച്ചിങ് പ്രൊഫഷൻ എടുക്കാനും പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് പ്രാക്ടീസ് ഒന്നും ഇല്ലാതെ എങ്ങനെ ടീച്ചിങ്ങിന് പോകാൻ പറ്റും? ഞാനാണെങ്കിൽ അങ്ങനെയൊക്കെ അതൊക്കെ ഒരു ലെവലാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ജീവിതത്തിലേക്ക് ഇറങ്ങി ചെല്ലാണ്, ഭാഗ്യൻ്റെ ലൈഫിലേക്ക് ഇറങ്ങി ചെല്ലണു, ജോലിക്ക് പോകണം എന്നുള്ള ആഗ്രഹമൊക്കെ ആയിട്ടാണ് ചെല്ലണേ. അപ്പോൾ ചെന്ന് കഴിഞ്ഞ് ഞങ്ങളുടെ ജീവിതം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭാഗ്യ എന്നോട് പറഞ്ഞു, ഞാനും ഭാഗ്യം തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്, വയസ്സിന് നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ആളെന്നോട് പറഞ്ഞു, നമുക്ക് അധികം വൈകിക്കണ്ട, നമുക്കൊരു ബേബിനെ, ആദ്യത്തെ ബേബി ആദ്യം ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ അമ്മയാവാളൊരു തയ്യാറെടുപ്പിലൊന്നും അല്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ 6 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചൊരു തീരുമാനത്തിലെത്തി. ഇനി ഒരു കുഞ്ഞുവാവ ആവാം. അതായത് ഭാഗ്യനെ ഞാൻ അറിഞ്ഞ് മനസ്സിലാക്കി തുടങ്ങി. അപ്പം ഞാൻ 22ാമത്തെ വയസ്സിലാണ് കേട്ടോ കല്യാണം കഴിക്കുന്നത്. 22ാമത്തെ വയസ്സിന്റെ ബർത്ത്ഡേ കഴിഞ്ഞപ്പോഴാണ് കല്യാണം കഴിക്കുന്നത്. അപ്പോൾ 22 വയസ്സിലൊക്കെ കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുണ്ടാവും എന്ന് ടീച്ചർ പറഞ്ഞത് ഓർക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ മനസ്സിൽ കിടക്കുന്നുണ്ട്. പക്ഷെ ജോലിക്ക് പോകണമെന്നുള്ള ആഗ്രഹം, അതീവമായ ആഗ്രഹം അപ്പോഴും മനസ്സിൽ കിടക്കുന്നുണ്ട്. പക്ഷെ ഭാഗ്യനെ ഏറ്റവും വലിയ പ്രയോറിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഭാഗ്യനെ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഭാഗ്യ ഒരു കാര്യം വിചാരിച്ചാൽ എങ്ങനെയെങ്കിലും നമ്മളെ കൊണ്ടൊക്കെ നടത്തിക്കുക ആള്. അതായത് നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്യിക്കുന്ന പോലെ ഇങ്ങനെ പറഞ്ഞ അല്ലെങ്കിൽ ആളുടെ ഭയങ്കര അഭിനയിക്കാനുള്ള കഴിവാ ഭാഗ്യന്. ഭാഗ്യം ഭയങ്കര സംഭവട്ടാ, നിങ്ങൾ വിചാരിക്കണ പോലെ ഒന്നല്ല. അപ്പൊ ഭാഗ്യം എന്നെ പറഞ്ഞ് ഭാഗ്യന്റെ കാര്യം നടക്കുക ഭാഗ്യം എന്തും ചെയ്യും. അപ്പൊ അങ്ങനെ തെറ്റായിട്ടൊന്നും ചെയ്യുന്നില്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അതായത് നമ്മളെ സ്നേഹിച്ചോ അല്ലെങ്കിൽ നമ്മളെ എന്തെങ്കിലും വാങ്ങി തന്നോ അങ്ങനെയൊക്കെ നമ്മളെ സന്തോഷിപ്പിച്ചുകൊണ്ട് ആളത് നേടിയെടുക്കും. അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് ഭാഗ്യന്. ഭാഗ്യന്റെ ആ ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിൽ നമ്മൾ വീഴുകയും ചെയ്യും. അങ്ങനെ ആളെന്നെ കൊണ്ട് സമ്മതിപ്പിച്ചു. 6 മാസത്തിൽ ഇപ്പോൾ ഞങ്ങൾ ഒരു കുഞ്ഞാവാം എന്നൊക്കെ തീരുമാനിച്ച് ഞങ്ങൾ പിന്നെ കുഞ്ഞുവാവയ്ക്കുള്ള പ്രയത്നത്തിലായിരുന്നു. കുഞ്ഞുവാവ പെട്ടെന്ന് തന്നെ കൺസീവ് ആയി. അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. ഇന്നത്തെ കാലത്ത് ഏറ്റവും അധികം ആൾക്കാർ നേരിടുന്ന ഒരു പ്രശ്നമാണ് 2 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞു മതി, അതുവരെ നമുക്ക് അടിച്ചു പിടിച്ച് ജീവിച്ച് നടക്കാം എന്ന് വിചാരിച്ച് കുഞ്ഞുണ്ടാവാൻ ട്രൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ ആകെ പൊളിഞ്ഞ് പാളിസാവും പ്ലാനിങ് ഒക്കെ. കുഞ്ഞുണ്ടാവില്ല, ഇവർ മരുന്ന് കഴിക്കില്ല, ഇതായി ഹോർമോണൽ വേരിയേഷൻസ് ആയി. അപ്പോൾ ഫസ്റ്റ് കുഞ്ഞ് നമ്മൾക്ക് ഉണ്ടായിക്കോട്ടെ, കാരണം അത് കഴിഞ്ഞിട്ടുള്ള ടെൻഷൻ അടി നമുക്ക് ഒഴിവാക്കാൻ വളരെ നല്ലതാണ്. ഫസ്റ്റ് കുഞ്ഞ് എങ്ങനെയെങ്കിലും ഉണ്ടായി പോന്നോട്ടെ. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് കുഞ്ഞ് പിന്നെ എപ്പോഴെങ്കിലും അടിച്ചുപൊളിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ജീവിതം ഒരു നിലയ്ക്ക് എത്തുമ്പോൾ സെക്കൻഡ് കുഞ്ഞായാലും മതി എന്ന കാഴ്ചപ്പാടാണ് എൻ്റെ കേട്ടോ. അതെൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. അത് കഴിഞ്ഞ് ജനുവരി 1 ആയിരുന്നു എൻ്റെ LMP, അതായത് ലാസ്റ്റ് മെൻസ്ട്രുവൽ പീരീഡ് എന്ന് പറയുന്നത്. നമ്മുടെ LMP കണക്ക് കൂട്ടിയിട്ടാണ് അവിടെ തൊട്ടുള്ള 9 മാസവും 7 ദിവസവും കണക്ക് കൂട്ടിയിട്ടാണ് നമ്മുടെ EDD കണക്കാക്കുന്നത്. അത് എക്സ്പെക്റ്റഡ് ഡ്യൂ ഡേറ്റ്, ഡെലിവറി ഡേറ്റ് നമ്മൾ കണക്കാക്കുന്നത്. അങ്ങനെ ഒരു അവസ്ഥ. അപ്പം എൻ്റെ ജനുവരി 1 ആയിരുന്നു, 2014 ജനുവരി 1 ആണ് എൻ്റെ LMP. അത് കഴിഞ്ഞ് 2014 ഒക്ടോബർ 8 നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. എനിക്ക് പ്രഗ്നൻസിനെ കുറിച്ച് A to Z എല്ലാ കാര്യങ്ങളും അറിയാം. ഗൈനക്കോളജി എടുത്തുന്നത് സീമ മാമായിരുന്നു. സീമ ചെവ എന്ന് പറഞ്ഞൊരു മാമായിരുന്നു. മാം എല്ലാം അരച്ച് കലക്കി പഠിപ്പിച്ചു തന്നിട്ടാണ് വിട്ടിരുന്നത് എല്ലാ കാര്യങ്ങളും. ഈവൻ ഞാനൊരു ഒറ്റയ്ക്ക് ഒരു റൂമിൽ ഒരു പ്രഗ്നന്റ് ലേഡിയായിട്ട് നിൽക്കുകയാണെങ്കിൽ ഐ ക്യാൻ ഹാൻഡിൽ ദാറ്റ് ഡെലിവറി. അതെനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. അത്രയും ഈവൻ സ്റ്റിച്ചിങ് പോലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പഠിപ്പിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് കിട്ടിയിരുന്നത്. മുമ്പ് തന്നെ പറയട്ടെ, ഡെലിവറി നടന്നത് ജില്ലാ ഹോസ്പിറ്റലിലാണ്, തൃശ്ശൂർ ജില്ലാ ഹോസ്പിറ്റലിലാണ് നടന്നത്. എനിക്ക് മാത്രമല്ല എൻ്റെ ഫാമിലിക്കും വളരെ വളരെ നിർബന്ധമുള്ളൊരു കാര്യമായിരുന്നു. ഡെലിവറിക്ക് വേണ്ടി നമ്മൾ എന്താ പറയുക, ഒരുപാട് ടെൻഷൻ അടിക്കുക അല്ലെങ്കിൽ ഒരുപാട് എക്സ്പെൻസീവ് ആവുക ചെയ്യണ്ട. അതൊരു രോഗമല്ല എന്ന് ഞാൻ വിചാരിച്ചിരുന്നു കേട്ടോ. കാരണം അതിനിപ്പോൾ വേണമെങ്കിൽ ചിലരൊക്കെ പറയുന്നുണ്ടായിരുന്നു അന്ന് പിശുക്ക് കാരണം കൊണ്ടാണ് അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിയാലോ. പക്ഷെ ഞാൻ പറയട്ടെ, ഡെലിവറി നടത്താൻ ഏറ്റവും ബെസ്റ്റായ സ്ഥലം ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് കേട്ടോ. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഒരു പ്ലേസ് എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ തൃശ്ശൂർ ഗവൺമെൻറ് ഇന്നത്തെ അവസ്ഥയില്ല, ഞാനൊരു 6 കൊല്ലം മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. തൃശ്ശൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് ഏറ്റവും നല്ലത്, ഏറ്റവും നല്ല ലേബർ റൂം ഉള്ളത്, ഏറ്റവും നല്ല സർവീസ് ഉള്ളത്, ഏറ്റവും നല്ല ഡോക്ടർമാരുള്ളത്, ഏറ്റവും നല്ല റൂമുള്ളത്, വൃത്തിയും വെടുപ്പും എന്തും ആവട്ടെ. നിങ്ങളൊന്ന് എപ്പോഴെങ്കിലും ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോകണം. നമ്മുടെ സിവിൽ ഹോസ്പിറ്റലിലേക്കോ അല്ലെങ്കിൽ മുളങ്ങുന്നത്താവ് ഹോസ്പിറ്റലിലേക്കോ ഒന്ന് പോകണം. മുളങ്ങുന്നത്താവ് ഹോസ്പിറ്റലിനെ കുറിച്ച് പേഴ്സണലി എനിക്കറിയില്ല. എൻ്റെ ഡെലിവറി നടന്നത് സിവിൽ ഹോസ്പിറ്റലിലാണ്. പിന്നെ ഇപ്രാവശ്യം സ്റ്റാർ ഹെൽത്തിൻ്റെ നമ്മുടെ ക്ലെയിം ഉണ്ടായിരുന്ന കാരണം കൊണ്ടാണ് ഞാനിവിടെ നമ്മുടെ വേലുപ്പാട് ഹോസ്പിറ്റലിലേക്ക് പോയത്. അല്ലെങ്കിൽ ഞാൻ വിനീത ഡോക്ടർ രമേഷ് ഡോക്ടറെ അടുത്തേക്ക് പോവുള്ളൂ. പിന്നെ വിനീത ഡോക്ടർ അപ്പോൾ അവിടെ അവൈലബിൾ അല്ലായിരുന്നു.
നമ്മുടെ ഈ ഫൈബ്രോയിഡ് റിമൂവ് ചെയ്യുന്ന ടൈമിൽ അത് കാരണമാണ് ഞാൻ ഡോക്ടറെ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ വേലുപ്പാട് ഹോസ്പിറ്റലിൽ പ്രിഫർ ചെയ്തിട്ട് പോയത് കേട്ടോ. അപ്പോൾ പറഞ്ഞ് നമ്മൾ അവിടേക്കൊക്കെ പോകണ്ടല്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ LMP അറിയണു, 2-3 മാസം കഴിയണു. 2-3 മാസം കഴിഞ്ഞിട്ട് ഞാൻ വലിയ കുഴപ്പമൊന്നുമില്ല. 1 മാസം പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. വീട്ടിലെല്ലാവരും ഹാപ്പി. ആദ്യമായിട്ട് അതിനേക്കാളും മുന്നൊക്കെ ഞാനിങ്ങനെ പീരീഡ്സൊക്കെ തെറ്റിയപ്പോൾ ദൈവം പ്രഗ്നൻ്റ് ആവുക ഈശ്വര എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ പ്രഗ്നൻസി ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഡേറ്റ്സ് കഴിക്കുക, പപ്പക്കായ കഴിക്കുക ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് ഈ ഹോർമോൺ വിഡ്രോവൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഞാൻ പീരീഡ്സ് ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ അന്ന് കുട്ടിക്ക് ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നില്ല. 6 മാസം എത്തിയപ്പോഴാണ് ഞാനൊരു മെന്റലി പ്രിപ്പയർഡ് ആയത്. അതായത് ഐ വാണ്ട് ബി മദർ, എനിക്കൊരു അമ്മ ആവണം എന്ന തോന്നൽ എനിക്ക് വന്നത് അപ്പോഴാണ്. അങ്ങനെ ജനുവരി ഞാൻ ഡോക്ടറെ അടുത്തേക്കൊന്നും പോയില്ല. ജനുവരി ഫുള്ളും ഞാൻ ഡോക്ടറെ അടുത്തേക്ക് പോയില്ല. ഫെബ്രുവരിയിൽ ഞാൻ അമ്മോട് പറഞ്ഞു, അമ്മ നമുക്ക് ഡോക്ടറെ കാണാമെന്ന് പറഞ്ഞു. അപ്പം അമ്മ എന്നോട് ചോദിച്ചു ഏത് ഡോക്ടറെ കാണണ്ടേ, നമുക്ക് നല്ല ഹോസ്പിറ്റലുകളുണ്ട് ഇവിടെ, ഒരുപാട് വലിയ വലിയ ഹോസ്പിറ്റലുണ്ട്. നിങ്ങൾക്ക് തൃശ്ശൂർ അറിയായിരിക്കും ഒരുപാട്. ഞാൻ അങ്ങനെ പേരൊന്നും എടുത്ത് പറയണില്ല. ഒരുപാട് വലിയ ഹോസ്പിറ്റലുകളിലെ സജഷൻസ് ഒക്കെ വന്നു. അപ്പോൾ എൻ്റെ ചേച്ചിയുടെ ഡെലിവറി നോക്കിയത്, അതായത് സുജയുടെ ഡെലിവറി എടുത്തത് വിനീത ഡോക്ടറായിരുന്നു. വിനീത ഡോക്ടറല്ല, പത്മം എന്ന് പറഞ്ഞിട്ടൊരു ഡോക്ടറായിരുന്നു. ഇത് പേര് പറയുമ്പോൾ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നറിയില്ല, പക്ഷെ പോസിറ്റീവായ കാര്യങ്ങളാണ്. നല്ലതായിട്ട് ചേച്ചി വളരെ സിമ്പിളായിട്ട് പോയി ഡെലിവറി കഴിഞ്ഞ്. ആള് നോർമൽ ഡെലിവറി ആയിരുന്നു ചേച്ചി ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞനായിട്ട് ഇങ്ങോട്ട് പോന്നു. അന്ന് ഞാൻ 8ാം ക്ലാസ്സിലാണ് 10ാം കണ്ടോ പഠിക്കുന്നത്. ചേച്ചിക്ക് 1-1.5 വർഷം കഴിഞ്ഞിട്ടാണ് കുട്ടി ഉണ്ടായത്. അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചിയുടെ അടുത്തേക്ക് ചേച്ചീനെ കണ്ട ഡോക്ടറെ കണ്ടാൽ മതി. അപ്പോൾ പത്മവാരി റിട്ടയർഡായി. നമ്മൾ വിനീത ഡോക്ടറെയാണ് പോയി കണ്ടത്. വിനീത ഡോക്ടർ വീട്ടിലന്ന് കൺസൾട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്ന് എനിക്ക് അറിഞ്ഞൂടെ കൺസൾട്ട് ചെയ്യണ്ടോന്ന്. വിനീത ഡോക്ടർ നമ്മുടെ കേരളത്തിലെ ഏറ്റവും അധികം നോർമൽ ഡെലിവറി കണ്ടക്ട് ചെയ്തൊരു ഡോക്ടറാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വിനീത ഡോക്ടറെ കണ്ടാൽ മതി അമ്മ എന്ന് പറഞ്ഞു. അങ്ങനെ വിനീത ഡോക്ടറെ കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ പോണത്, പിന്നെ ഞാൻ എല്ലാ പ്രാവശ്യവും ഡോക്ടറെ വീട്ടിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ അത്യാവശ്യത്തിന് എന്നെ കണ്ടാൽ തിരിച്ചറിയാത്ത ഒരു കോലത്തിലായി തുടങ്ങി. 1-2 മാസം അത്യാവശ്യം നല്ല ഛർദി ഉണ്ടായിരുന്നു. കാലത്ത് തന്നെ എനിക്ക് ഡൊമസ്റ്റോളാന്ന് തോന്നുന്നു, ഇപ്പോഴും എനിക്ക് അങ്ങനെയാണ്. ഡൊമസ്റ്റോൾ എന്ന് പറഞ്ഞിട്ടൊരു മഞ്ഞ ഗുളിക തരുന്നുണ്ടായിരുന്നു. അത് പ്രഗ്നൻസിയിൽ മാത്രം കഴിക്കുന്നതാണ്, എല്ലാവർക്കും കഴിക്കാൻ പറ്റില്ല. നമ്മുടെ ശരീരത്തിൻ്റെ വെയിറ്റ് കാര്യങ്ങളൊക്കെ അനുസരിച്ച് പലർക്കും പല രീതിയിലുള്ള ആൻറ്റിബയോട്ടിക്സ് ആണ് അവർ എഴുതി തരിക. കാരണം ഞാനിപ്പോൾ പറയുന്ന മെഡിസിൻസുകൾ നിങ്ങൾ കഴിച്ചാൽ നിങ്ങൾക്ക് അത് ഏൽക്കണം എന്നില്ല കേട്ടോ. കാരണം നമ്മുടെ എല്ലാവരും ബോഡികൾ എപ്പോഴും മേഡപ്പ് ചെയ്തിരിക്കുന്നത് ഡിഫറെൻ്റ് ആയ മോളിക്യൂൾസ് കൊണ്ടാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ ശരീരത്തിൻ്റെ ഏൽക്കുന്ന മരുന്ന് നിങ്ങൾക്ക് ഏൽക്കണം എന്നില്ല. അലർജിക്ക് വരാൻ കാരണങ്ങൾ വരാം. പിന്നെ ഇപ്പോൾ ചേച്ചി ഡൊമസ്റ്റാൾ കഴിച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോയി ഡൊമസ്റ്റാൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഛർദി കൂടുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഡൊമസ്റ്റാൾ കാലത്തിരുന്ന് കഴിക്കും. അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഛർദി ഉണ്ടാവില്ല, അല്ലെങ്കിൽ സാധാരണ പോലെ ഛർദി ഉണ്ടാവും. പ്രത്യേകിച്ച് പ്രഗ്നൻസി കൊണ്ട് കോംപ്ലിക്കേറ്റഡ് ആയ ഒരു കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. ശ്രീകുട്ടൻ അതിസുന്ദരനായിട്ട് വയറിൻ്റെ ഉള്ളിൽ വളരുന്നുണ്ടായിരുന്നു. അന്ന് ശ്രീകുട്ടനെന്ന് അറിയില്ല കേട്ടോ, ശ്രീകുട്ടിയോ ആരോ ഒരാൾ വളരുന്നുണ്ടായിരുന്നു. ഭാഗ്യനും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഭാഗ്യൻ്റെതായ ഒരു സ്വത്ത് പുറത്തേക്ക് വരുന്നതിൻ്റെ ഒരു വലിയ സന്തോഷം ഭാഗ്യനുണ്ടായിരുന്നു. ഭാഗ്യൻ്റെ ജീവിതത്തിലത്തെ വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു ജനുവരി ഫസ്റ്റ് LMP ആയിരുന്നെങ്കിലും ഒരു ജനുവരിക്ക് നമ്മൾ പീരീഡ്സ് തെറ്റി കഴിഞ്ഞിട്ട് കുറേ കഴിയുമ്പോഴല്ലേ നമ്മൾ നോക്കുക എപ്പോഴാണ് പീരീഡ്സ് തെറ്റി. ഒരു 10-15 ദിവസം കഴിയുമ്പോഴാണ് നമ്മൾ UTP സ്ട്രിപ്പ് എടുത്തിട്ട് നോക്കുക. UTP സ്ട്രിപ്പിൽ നമ്മൾ യൂറിനെ വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കും പ്രഗ്നൻ്റ് ആണോ അല്ലയോ എന്നുള്ള കാര്യം ടെസ്റ്റ് ചെയ്ത് നോക്കും. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ ആദ്യം വിളിച്ചു പറഞ്ഞത് ചേച്ചീനെയാണ്, നാത്തൂൻ ചേച്ചീനെ വിളിച്ചു പറഞ്ഞു. എൻ്റെ ചേച്ചീനെ വീട്ടിൻ്റെ അമ്മേനെ എല്ലാവരും ഇളയമ്മേനെ ഒക്കെ വിളിച്ചു പറഞ്ഞു. ഭയങ്കര ഹാപ്പി കാര്യങ്ങളൊക്കെ, ഭാഗ്യനും ഭയങ്കര ഹാപ്പി. അങ്ങനെ കുറച്ച് നാൾ മുന്നോട്ട് പോയിട്ടാണ് ഡോക്ടറെ കാണാൻ പോയതൊക്കെ. ഡോക്ടറെ വീട്ടിൽ പോയി കാണുന്നു, കാര്യങ്ങളൊക്കെ കഴിയുന്നു. അങ്ങനെ ശ്രീകുട്ടൻ വളർന്നു വരുന്നതോടൊപ്പം ഞാനിങ്ങനെ കറുത്ത ഒരു ഈ കളറായി ഏകദേശം. എൻ്റെ കഴുത്തൊക്കെ ഇങ്ങനെ കറുത്തിട്ട് മൂക്കൊക്കെ ഇതിങ്ങനെ വലുതായിട്ട് ഞാൻ എന്താണ്ടൊരു വെറുതെ രൂപത്തിലെത്തി. എന്നാ കണ്ടിട്ടുണ്ടെങ്കിൽ അമ്മയുടെ അമ്മയെന്ന് പറയും. നമ്മുടെ അമ്മയില്ലേ, അമ്മയുടെ അമ്മയാണ് ഞാൻ എന്ന് പറയും. അതുപോലൊരു കോലത്തിലെത്തി തുടങ്ങി. ഞാനൊരു 7 മാസമൊക്കെ എത്തിയിരിക്കും. 7 മാസത്തിൻ്റെ ജൂൺ 7-ാം തീയതി നമ്മുടെ കട തുടങ്ങുകയാണ്. തലൂരത്തെ കട ശ്രീകുട്ടൻ വയറ്റിലുള്ളപ്പോഴാണ് തുടങ്ങുന്നത്. അപ്പോൾ ഏട്ടൻ കട പണിയുന്നു, കാര്യങ്ങൾ അതിനേക്കാളും പണിയിലും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കട ഉദ്ഘാടനം ജൂലൈ 7-നായിരുന്നു. അന്ന് കടയിൽ അങ്ങനെ സെറ്റായിട്ടില്ലേ, കാര്യങ്ങളൊന്നും സെറ്റായിട്ടില്ല. അപ്പോൾ ഞാൻ ഏട്ടൻ്റെ ഫുഡ് കൊണ്ട് ബസ്സിൽ ഇങ്ങോട്ട് കയറി വരും. അതായത് മണ്ണമ്പേട്ടയിൽ നിന്ന് നമ്മുടെ തലൂർക്ക് ബസ് കയറി വരും. അപ്പോൾ അത്യാവശ്യം നല്ല വയറുണ്ട് കേട്ടോ, എനിക്ക് നല്ല വയറുണ്ട്.
ഞാനൊരു 11 കിലോ വരെ കൂടിയിട്ടുണ്ടായിരുന്നു. ആൾക്കാർ കണ്ടാൽ ഞാനിങ്ങനെ ഉയരം കുറവായ കാരണമുണ്ടേ ഭയങ്കര ഉയരം കുറവും വയറിങ്ങനെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഭയങ്കര വയറ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ ഡ്രസ്സുകളും പാകാവാണ്ടായി. ഛർദിയൊക്കെ ഒരു 5 മാസത്തിൽ ഇപ്പോൾ പിന്നെ വല്ലപ്പോഴും ഇഷ്ടമില്ലാത്ത സ്മെല്ല് കണ്ടാലാണ്. പിന്നെ ഭയങ്കര ഭക്ഷണമൊക്കെ നന്നായി കഴിക്കായിരുന്നു കേട്ടോ. അതായത് അമ്മയുടെ അടുത്ത് തന്നെയാണ് നിന്നിരിക്കുന്നത് കുറേ നാള്. അമ്മ തന്നെയാണ് എന്നെ നോക്കിയിരിക്കുന്നത്. കാരണം നമുക്ക് അവിടെ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഏട്ടനും അമ്മയുടെ അടുത്ത് കംഫർട്ടബിൾ ആയിരുന്നു. അപ്പോൾ അമ്മ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു തരലും നോക്കലൊക്കെ. ഞാൻ എല്ലാ പണിയും എടുക്കുമായിരുന്നു. എനിക്കിങ്ങനെ നോർമൽ ഡെലിവറി ആവണം എന്നുള്ളത് എൻ്റെ ഒരു ദൃഢമായ നിശ്ചയമായിരുന്നു. എനിക്ക് നോർമലായേ പറ്റൂ. ഞാൻ എന്തൊക്കെ ചെയ്താലും നോർമലി പ്രസവിക്കൂ. നോർമൽ ഡെലിവറി ത്രൂ വജൈന എനിക്ക് പ്രസവിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ ഞാൻ എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറെ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പണ്ടുള്ളവർ പറയണത് നമ്മളെന്തോരം പഠിച്ചാലും പണ്ടുള്ളവർ പറയണതും കൂടി നമ്മൾ കണക്കിലെടുക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ കാലത്ത് എനിക്ക് ഏട്ടൻ്റെ ഫുഡ് അമ്മ അതൊരു സഞ്ചിയിലാക്കി തരും. ഞാനത് അവിടെ നിന്ന് ഒരു ബാഗ് ഇട്ടിട്ട് നമ്മുടെ കയറി മണ്ണമ്പേട്ടയിൽ നിന്ന് തലൂര് വന്നിറങ്ങും. തലൂരിൽ നിന്ന് അങ്ങോട്ട് നടക്കും. എന്നെ കാണുമ്പോഴേക്കും ബസ്സിലുള്ള ചേട്ടൻ്റെ കണ്ടക്ടറൊക്കെ ഇങ്ങനെ വന്ന് കൈയൊക്കെ പിടിച്ചിട്ട് എവിടെയെങ്കിലും കൊണ്ട് ഇരുത്തുക. കാരണം ഞാനിപ്പോൾ 7 മാസം എത്തിയപ്പോഴേ ഞാനിപ്പോൾ പ്രസവിക്കുമെന്നുള്ള രീതിയിലാണ് ഞാൻ ചെല്ലണത്. അങ്ങനെ എന്നും അങ്ങനെ പോക്കും വരവ്, കടയത്തെ കാര്യങ്ങൾ, കടയിൽ ക്യാഷിലിരിക്കും, കടയത്തെ കാര്യങ്ങളൊക്കെ നോക്കും. വൈകുന്നേരം കാലത്ത് ഒരു 2 മണി 3 മണി ഒരു കാലത്തല്ല, ഞാനൊരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കാണ് അവിടെ നിന്ന് വണ്ടി കയറി ഇങ്ങോട്ട് പോരുക ഏട്ടനുള്ള ഉച്ചയ്ക്കുള്ള ചോറും കൊണ്ട്. അപ്പോഴേക്കും ഉച്ചയ്ക്ക് ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ വൈകുന്നേരം 10 മണി 11 മണി വരെയൊക്കെ കടയിലിരിക്കും ഞാൻ. ആ വയറും വെച്ച് കടയിലിരുന്നിട്ടാണ് തിരിച്ച് അന്ന് നമുക്ക് ഒരു ഓൾട്ടോയുടെ മയിൽപ്പീലിന്ന് പേര് എഴുതിയിട്ടുള്ള ഒരു കുഞ്ഞ് കാറുണ്ടായിരുന്നു. ആ കാറും കൊണ്ടാണ് ഏട്ടന്നെ നമ്മുടെ മണ്ണമ്പേട്ടയ്ക്ക് നമ്മൾ പോയിരുന്നത്. 7-ാം മാസത്തിൽ കേട്ടോ. 7-ാം മാസത്തിൽ നമ്മളെ കൊണ്ടുവരില്ലേ, പ്രസവത്തിന് കൊണ്ടുവരില്ലേ. അപ്പോൾ അതുവരെ വലൂരൊക്കെ നിന്നിട്ടുണ്ട്. 7-ാം മാസത്തിൽ പ്രസവത്തിന്റെ ടൈമിലാണ് മണ്ണമ്പേട്ടയ്ക്ക് പോന്നിട്ടുള്ളത്. അപ്പം മണ്ണമ്പേട്ടയ്ക്ക് അങ്ങനെ എന്നും പോക്കും വരവും കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിതം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണു. കട നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഹോൾസെയിൽ ബിസിനസ്സാണ്. എല്ലാ കാര്യങ്ങളും അങ്ങനെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനാണെങ്കിൽ ദിവസക്ക് വണ്ണം വെച്ച് വരുന്നുണ്ട്. കടയിലുള്ള പഴം തിന്നും, തക്കാളി തിന്നും, ക്യാരറ്റ് തിന്നും, ബീട്രൂട്ട് തിന്നും, കുക്കുംബർ തിന്നും, ഈ വക സാധനങ്ങളൊക്കെ അടിച്ച് കയറ്റും. പിന്നെ അവിടെ മുരളിന്ന് പറഞ്ഞിട്ടൊരു ചേട്ടൻ ചായ കൊണ്ടുവരും, പരിപ്പോട കൊണ്ടുവരും. ഇത് 4 മണിയാകുമ്പോൾ അത് കാത്തിരിക്കും, അത് തിന്നും. ഈ തീറ്റ അങ്ങനെ വലിയ ഭ്രാന്തായ തീറ്റയൊന്നുമില്ല. പിന്നെ വൈകുന്നേരം ചെല്ലുമ്പോൾ അമ്മ കുറെ കപ്പലണ്ടി പുഴുങ്ങി വെച്ചിട്ടുണ്ടാവും. കപ്പലണ്ടിക്ക് അത് കുറേ തിന്നും. പിന്നെ അങ്ങനെ പാല് കുടിക്കും. അല്ലാതെ അങ്ങനെ വേറെ പ്രോട്ടീൻ പൗഡർ കലക്കി കുടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഒരു കാര്യങ്ങൾ ആകെ കൂടി ഒരു ഫോളിക് ആസിഡ് വൈകുന്നേരം ആകുമ്പോൾ കഴിക്കും എന്നല്ലാതെ വേറൊരു ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നും അതിൻ്റെ ഇതിൽ ആവശ്യം വന്നിട്ടില്ല. അങ്ങനെ ഒക്ടോബർ 8-ാം തീയതി ആണ് എക്സ്പെക്റ്റഡ് ഡേറ്റ് എന്ന് പറഞ്ഞു. ഒക്ടോബർ 8-ാം തീയതി. അതിൻ്റെ ഇടയിൽ നമ്മുടെ ടെസ്റ്റുകളൊക്കെ നടക്കുന്നുണ്ട്. HIV ടെസ്റ്റുകൾ, ഈ വക ടെസ്റ്റുകളൊക്കെ നമുക്ക് ഫ്രീ ആണ് കേട്ടോ. നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ 5000 രൂപയ്ക്ക് കൊടുക്കണം HIV ടെസ്റ്റിന്. 10 പൈസ ചിലവില്ലാതെ വെറും 200 രൂപയും കണ്ട് കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് HIV ടെസ്റ്റ്, നമ്മുടെ തൈറോയിഡ് ടെസ്റ്റ്, എല്ലാ വക ടെസ്റ്റുകളും വളരെ കറക്റ്റായിട്ട് ബ്ലഡ് എടുത്ത് വളരെ നല്ല രീതിയിൽ ചെയ്തു തരും നമുക്ക്. നമ്മൾ ഒരുപാട് പൈസ കൊടുത്ത് എക്സ്പെൻസീവായ രീതിയിൽ എനിക്ക് ചിലപ്പോൾ നിങ്ങൾ പിശുക്കെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഒന്നും തോന്നില്ല. കാരണം ചിലപ്പോൾ പിശുക്കായിരിക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ രോഗം എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ സ്ട്രോക്ക് വരിക, ഹാർട്ട് അറ്റാക്ക് വരിക. ഇതൊക്കെയാണ് നമ്മൾ എമർജൻസി ആയിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിലുള്ള ഡോക്ടർമാരെ പോയി കണ്ട് മാറ്റാവുന്ന രോഗങ്ങളെ നമുക്കുള്ളൂ. ഒരുപാട് പൈസ നമ്മൾ രോഗം മാറ്റാൻ വേണ്ടി ചിലവാക്കുന്നതോടെ എനിക്ക് താല്പര്യമില്ല. എമർജൻസി ആയിട്ട് ചില കാര്യങ്ങൾക്ക് നമുക്ക് അവിടെ പോയിട്ടുണ്ടെങ്കിൽ അത്രയും പെട്ടെന്നൊരു സഡൻ ആക്ഷൻ കാണില്ല എന്നുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ സമീപിക്കാറുള്ളൂ. ആയം പോലെ പറയാൻ മതി എന്നുള്ള രോഗങ്ങൾക്ക് ഞാൻ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് തന്നെ പോകാറ്. നിങ്ങൾ ഇതിനെ എങ്ങനെ എടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്ങനെ എടുത്താലും ഞാൻ അതാണ്. അപ്പോൾ കുഞ്ഞു രോഗങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ വീടിൻ്റെ അടുത്തുള്ള ഡോക്ടർമാരെയല്ലേ കാണിക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാ ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞു. ഏറ്റവും അവസാനത്തെ 8-ാം മാസത്തിലൊരു സ്കാനിങ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു. കുഞ്ഞൊക്കെ നോർമലായിട്ടിരിക്കണു. ഡോക്ടറെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് 45 ദിവസം കൂടുമ്പോഴാണ് ഡോക്ടറെ വീട്ടിൽ പോയി കാണേണ്ടത്. ഡോക്ടറെ വീട്ടിൽ പോയി കാണുന്നു. ഡോക്ടർ എല്ലാം കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നു. PV ഒക്കെ ചെയ്ത് 8-ാം മാസവും PV ഒക്കെ ചെയ്ത് കുഞ്ഞിറങ്ങിയൊന്നും വന്നിട്ടില്ല. 8-ാം മാസത്തിൽ 9-ാം മാസമൊക്കെ എത്തുമ്പോൾ ഡോക്ടർ ഒന്ന് PV ചെയ്ത് നോക്കും. നമ്മൾ പെർവജനൽ എക്സാമിനേഷൻ ചെയ്ത് നോക്കും. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, ശ്രീജ നോർമലാണെന്ന് പറഞ്ഞു. ഞാനോട് അനോമലീസ് ടെസ്റ്റ് എങ്ങാനും ചെയ്യണം ഡോക്ടറെ ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു അതിൻ്റെ ആവശ്യം ശ്രീജയ്ക്ക് വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ബേബി നല്ല സേഫ് ആണെന്ന് പറഞ്ഞു. ബേബിക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് ഡോക്ടർ എന്ന് പറയുന്നത് ഡോക്ടർമാരെപ്പോഴും നമുക്കൊരു ബാക്ക് ബോണാണ്. അവർ നമുക്ക് തരുന്ന ആ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് അതിഗംഭീരമാണ്. അപ്പോൾ ഡോക്ടർ എനിക്ക് നല്ല സപ്പോർട്ടിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുന്ന അറിയാവുന്ന ഡോക്ടർ ഇങ്ങനെ പറയണമുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞ്
8ാം മാസത്തിൽ നമ്മൾ വണ്ടിയിൽ കയറി ബസ്സിൽ കയറി നമ്മൾ തലൂർക്ക് വരുന്നുണ്ട്, അടിച്ചു വരുന്നുണ്ട്, അലക്കുന്നുണ്ട്, എല്ലാ പിള്ളേരുടെ കൂടെ അന്ന് അമ്പമ്പസ്ഥാനി കളിക്കുമ്പോൾ ഓടി നടക്കാറുണ്ട്. അതൊക്കെയാണ് നമ്മുടെ ശ്രീകുട്ട എത്രയും എനർജറ്റിക് ആയത്. നമ്മുടെ വയറിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ 90% നമ്മുടെ കുട്ടികൾക്ക് ഹെർട്ടേജ് ആവും. അതായത് കുട്ടി അതേ കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയം അമ്മമാർ അമ്മമാർ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറയുന്നതും ബുക്കുകൾ വായിക്കാൻ പറയുന്നതും നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നതും നല്ലത് ചിന്തിക്കാൻ പറയുന്നതും ഒക്കെ അതുകൊണ്ട് തന്നെയാണ്. നമ്മൾ എന്താണോ ചെയ്യുന്നത്, എന്താണോ ചിന്തിക്കുന്നത്, അതേ രീതിയിൽ തന്നെ നമ്മുടെ കുട്ടി ചിന്തിക്കാനും നമ്മുടെ കുട്ടി അതേപോലെ തന്നെ കാര്യങ്ങൾ പ്രവർത്തിക്കാനും നമ്മുടെ കുട്ടിക്ക് കഴിയും. നമ്മുടെ അമ്മമാരുടെ എല്ലാ പ്രവൃത്തികളും ചിന്തകളും കുട്ടിയിലേക്ക് ട്രാൻസ്മിറ്റ് ആവുന്ന ഒരു ടൈമാണ് ആ പ്രഗ്നൻസി എന്ന് പറയുന്നത്. അപ്പം ഞാനന്ന് കളിക്കാൻ പോവായിരുന്നു, ഞാനന്ന് ബുക്കുകൾ വായിക്കുമായിരുന്നു, ഞാനന്ന് പെറ്റ്സിനോട്, അന്ന് വീട്ടിലൊരു പട്ടി ഉണ്ടായിരുന്നു, ഒരു പട്ടിക്കുട്ടി. അപ്പോൾ അവളുടെ അടുത്ത് നിന്ന് കളിക്കും കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു. അതേപോലെ തന്നെ ശ്രീകുട്ടനും ഇപ്പോഴും ആ പ്രഗ്നൻസിയിൽ ഞാൻ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് അവനും ചെയ്തിരുന്നത്. അന്ന് ഞാൻ നമ്മുടെ രാഗൻ തിയേറ്റർ ഏകദേശം തുറന്നൊരു ടൈമായിരുന്നു. അപ്പം മിസ്റ്റർ ഫ്രോഡ് സിനിമ കാണാൻ പോയിട്ടോ. അപ്പോൾ ഈ വെടിവെപ്പും ഇതും കാര്യങ്ങളല്ലേ ഈ മിസ്റ്റർ ഫ്രോഡ് സിനിമയിലുള്ളത്. ഞാൻ ആ സിനിമ കാണുന്നതിൻ്റെ ഇടയിൽ ശ്രീകുട്ടനിരുന്ന് വയറിൽ ചവിട്ട് ചേട്ടൻ. ഞാനൊരു സിനിമ എനിക്കിപ്പോൾ മുഴുവൻ കാണാൻ പറ്റിയില്ല. ഞങ്ങൾ സിനിമ ഇറങ്ങി പോന്നു. മനസ്സിൽ ചെറുതായിട്ടൊന്ന് കുറിച്ചിട്ടു, എൻ്റെ പൊന്നെ ഇത് ആൺകുട്ടിയെന്ന് തോന്നുന്നുണ്ടെന്ന്. കാരണം ഈ വെടിവെച്ച കേൾക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇരുന്ന ആള് ഭയങ്കര ഫൈറ്റാണ്, ടപ്പയെന്ന് പറഞ്ഞാൽ ഭയങ്കര കുത്തും ചവിട്ടും. ഏറ്റവും ലാസ്റ്റ് ഞാൻ എനിക്ക് എന്തോ പോലെ ഫീൽ ചെയ്യുക, വൊമിറ്റ് ചെയ്യാനൊക്കെ വരിക. അപ്പോൾ നമുക്ക് പോവാട്ടെന്നുണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു, ഞാൻ ഇളയമീൻ ശ്രീകുട്ടനും ഏട്ടനും കൂടിയിട്ട്. അപ്പോൾ എനിക്ക് അന്നേ അറിയായിരുന്നു അതൊരു ആൺകുട്ടിയാവാനാ ചാൻസ്. അപ്പോൾ അങ്ങനെ 8ാം മാസം കഴിഞ്ഞു, 9ാം മാസം കഴിഞ്ഞു. 9ാം മാസം കഴിഞ്ഞപ്പോഴും ശ്രീകുട്ടൻ എന്താ പറയുക വരാനുള്ള ഒരു ടൈമൊക്കെ ആയി. അപ്പോഴും ഞാൻ കടയ്ക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം എനിക്ക് കുറേ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ, അതുപോലെ കുറേ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വജേന കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആവും, കുറച്ചും കൂടി ഡൈലേറ്റ് ആവും, കുഞ്ഞ് പുറത്തേക്ക് വരും എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, കുറച്ച് ബോഡി ഒന്ന് എക്സസൈസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ. അപ്പം ഞാനിതൊക്കെ ചെയ്യായിരുന്നു, എല്ലാം അവിടെ അടിച്ചു വരായിരുന്നു, എല്ലാ പണികളും ചെയ്യായിരുന്നു കേട്ടോ. ഞാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തൊരു ടൈമായിരുന്നു. പിന്നെ ബസ്സിൽ കയറി കടയിലേക്ക് വരും, കടയിൽ അടിച്ചു വാരും, ആ വയറും വെച്ച് അടിച്ചു വാരും. അന്ന് ഭാഗ്യൻ്റെ അമ്മയെന്ന് പറയാൻ കണ്ടിട്ടുണ്ടെങ്കിൽ അത്രയും വണ്ണം വെച്ച് കറുത്ത് ഒരു പ്രത്യേക രൂപമൊക്കെ ആയിരുന്നു. പക്ഷെ ഐ പ്രൗഡ് ഓഫ് ദാറ്റ്. ഞാൻ വയറൊക്കെ ഇത്ര വലുതായപ്പോഴേ വയറുമൊക്കെ ഇങ്ങനെ സ്ക്രാച്ചസ് വന്നിട്ടേ നമുക്ക് വയറൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ എന്തോ പോലെ തോന്നുന്ന ഒരു അവസ്ഥയിലെത്തി. പക്ഷെ അത് കാണുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, നമ്മൾ അമ്മയുടെ ഒരു അടയാളമാണത്. ഞാൻ കുറേ എക്സൈറ്റഡ് ആവുന്നുണ്ടല്ലേ സംസാരിക്കുമ്പോൾ. കാരണം അതൊരു വല്ലാത്ത ഫീലിംഗ് ആണ്, അത് വല്ലാത്തൊരു ഫീലിംഗ് ആണ്. നമ്മൾ എന്താ പറയുക, നമ്മൾ കുറച്ച് നാളൊരു 9 മാസമൊക്കെ എത്തുമ്പോൾ നമുക്ക് ലാക്ടേഷൻ തുടങ്ങും, അതായത് ബ്രസ്റ്റ് മിൽക്ക് വന്നു തുടങ്ങും. ആ ഒരു മാറ്റം അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ വയറൊക്കെ ഇങ്ങനെ ആകെ ഇങ്ങനെ സ്ക്രാച്ചസ് ഒക്കെ വന്ന് ഒരു പ്രത്യേക രൂപത്തിലെത്തും. നമ്മുടെ മൂക്കൊക്കെ വലുതായി നമ്മുടെ രൂപമാകെ മാറും. നമുക്കിങ്ങനെ കണ്ണാടയിൽ നോക്കുമ്പോൾ നമ്മൾക്കപ്പോൾ സങ്കടമൊന്നും നമ്മളെന്തത്ര വൃത്തികേടായെന്നൊന്നുമല്ല തോന്നുന്നു, ഒരു അഭിമാനം തോന്നും നമുക്ക്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ഒരു സൂപ്പറായിട്ടുള്ള ഫീലിങ്സ് ആണ്, എന്താ പറയുക, വല്ലാത്തൊരു ഫീലിങ്സ് ആണ് അത്. അത് കഴിഞ്ഞിട്ട് ഭാഗ്യനെ ഇങ്ങനെ പൊന്നുപോലെ കൊണ്ടു നടക്കായിരുന്നു കേട്ടോ. ആ ഒരു ടൈമിൽ ഭാഗ്യനെ സ്നേഹിച്ച പോലെ പിന്നെ എന്നെ ഭാഗ്യം സ്നേഹിച്ചിട്ടേ ഇല്ല തോന്നുന്നു എനിക്ക് പലപ്പോഴും ഞാനിങ്ങനെ ചിന്തിക്കുമ്പോൾ. അത് ചിലപ്പോൾ എൻ്റെ തോന്നലായിരിക്കും കേട്ടോ, വെറുതെ അതൊന്നും പറയരുതല്ലോ. ചിലപ്പോൾ എൻ്റെ തോന്നലായിരിക്കും, ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നുണ്ടാവും. ഇവൻ എനിക്ക് ശ്രീകുട്ടനോട് കുറച്ചധികം നേരം ഭാഗ്യം സംസാരിക്കുന്നത് കണ്ടാൽ എനിക്ക് കുശുമ്പ് തോന്നും, എന്തായാലും എന്നോട് മിണ്ടാത്തതെന്ന് തോന്നും. അത് ഞാൻ എന്നിലുള്ള കുഞ്ഞ് കുട്ടി ഉണരുന്നതാണ്, അതൊക്കെ വേറെ കാര്യം. അപ്പോൾ 9ാം മാസം എത്തിയിട്ട് നമ്മൾ വീട്ടിലേക്ക്. ഞാനൊരു ബുധനാഴ്ച വരെ കടയിൽ വന്നു. 9ാം മാസത്തിൽ ബുധനാഴ്ച കടയിൽ വന്നിട്ട് ഡോക്ടർ പറഞ്ഞു പിറ്റേ ദിവസം നമുക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ഡേറ്റ് ആണ്. ബുധനാഴ്ച വരെ കടയിൽ വന്നു, വ്യാഴാഴ്ച നമ്മൾ ഡോക്ടറെ കാണാൻ പോവാണ്. വ്യാഴാഴ്ച ഡോക്ടറെ കാണാൻ പോയി ഡോക്ടർ PV ചെയ്ത് നോക്കി പറഞ്ഞു കുഞ്ഞിറങ്ങി വന്നിട്ടുണ്ട് ശ്രീജ, അഡ്മിറ്റ് ആയിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ജില്ലാ ഹോസ്പിറ്റലിൽ റൂമുണ്ട്, ഒരു KHDC എന്നങ്ങാണ്ട് പറഞ്ഞിട്ടൊരു ഡിപ്പാർട്ട്മെന്റിൽ ഒരു വാർഡുണ്ട്. നല്ല കിടിലൻ റൂമുകളും കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെയാണ് കേട്ടോ, പുതിയ ബിൽഡിംഗ് ഒക്കെയാണ്. അപ്പോൾ ഞാൻ റൂമൊക്കെ എടുത്ത് നമ്മൾ റെഡി ആയിട്ടിരിക്കുകയാണ്, ഡെലിവറിക്ക് വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. അതിന് മുമ്പ് അമ്മ പെട്ടി ഒതുക്കൽ, വെള്ളമുണ്ട് കീറി വയ്ക്കൽ. നമ്മുടെ നാട്ടിലൊക്കെ വെള്ളമുണ്ടിലാണ് കുഞ്ഞിനെ കെട്ടലും പുതിയലും കാര്യങ്ങളൊക്കെ കേട്ടാ. വെള്ളമുണ്ട് ഒരു 10-15 വെള്ളമുണ്ടൊക്കെ ആക്കി വെച്ച് എനിക്ക് വേണ്ട ഡ്രസ്സുകളൊക്കെ എടുത്ത് വെച്ചിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ അമ്മമാരെ നമ്മൾ റിയലൈസ് ചെയ്യുന്നത് ആ ഒരു ടൈമിലാണ്. എനിക്കിങ്ങനെ സങ്കടം വരും എൻ്റെ നാത്തും ചേച്ചിയുടെ കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ. എൻ്റെ ചേച്ചിയൊന്നും അമ്മ ഉണ്ടായിട്ടില്ല. അപ്പോൾ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സങ്കടം വിളിച്ച് പറയുമ്പോഴേ അമ്മയില്ലാത്ത സങ്കടം വിളിച്ച് പറയാള്. ഈ പ്രഗ്നൻസിയുടെ ടൈമിലൊക്കെ ചേച്ചി ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അത് ഒരാൾ കൂടെ ഇല്ലാത്തതിൻ്റെ
ഭയങ്കരമായിട്ട് ചേച്ചി എനിക്കത് പറയുമ്പോൾ എന്തോ സങ്കടം വരും. എൻ്റെ അമ്മ അങ്ങനെ അതുപോലെ എന്നെ പൊന്നുപോലെ നോക്കിയിട്ടുണ്ട്, ഒന്നും അറിയണ്ടായിരുന്നു. മുണ്ട് ഇങ്ങനെ ബാഗും പൈസയും. അന്ന് നമ്മുടെ പെൺവീട്ടുകാരാണ് നമ്മുടെ ഡെലിവറി നോക്കുക. അപ്പൊ ഭാഗ്യം നോക്കാഞ്ഞിട്ടല്ല, പക്ഷെ അമ്മയ്ക്ക് അതൊക്കെ നിർബന്ധമായിരുന്നു അമ്മ തന്നെ ചെയ്യണമെന്ന്. അന്നും അമ്മ ചേച്ചിയുടെ കാര്യങ്ങളിലൊക്കെ ഒന്നും കുറവ് വരുത്തിയിട്ടില്ല. ചേച്ചിയും അതെ. എൻ്റെ ചേച്ചി എന്ന് പറയുന്നത് എനിക്കൊരു അമ്മ പോലെ തന്നെയാണ് കേട്ടോ. എൻ്റെ എല്ലാ സങ്കടങ്ങളും അപ്പൊ അമ്മോട് സങ്കടങ്ങൾ പറയുന്നേക്കാൾ കൂടുതൽ ഞാൻ സുജോടാണ് സങ്കടങ്ങൾ പറയാ. അപ്പൊ ചേച്ചി അതെങ്ങനെ എല്ലാവരും ഇങ്ങനെ ഞാനിങ്ങനെ കുഞ്ഞതായ കാരണം കൊണ്ട് എന്നെ ഇങ്ങനെ പാമ്പർ ചെയ്ത് 9ാം മാസത്തിൽ ഇപ്പോൾ അഡ്മിറ്റ് ആയി റൂമൊക്കെ എടുത്ത് സെറ്റപ്പ് ആയിട്ട് നിൽക്കുകയാണ്. ഞാൻ ആ ഹോസ്പിറ്റലിന്റെ കോണിപ്പടികൾ കയറി ഇറങ്ങാം. ദൈവമേ 50 വട്ടം കയറി ഇറങ്ങും. എന്തിന്റെ നോർമലാവണ്ടേ? ഡെലിവറി നോർമലാവണം. അങ്ങോട്ട് കയറി ഇറങ്ങണോ ഇങ്ങോട്ട് കയറി ഇറങ്ങണോ. PV ചെയ്ത ബ്ലഡൊക്കെ വന്നിട്ടുണ്ട് കേട്ടാ. ഇതൊന്നും വിഷയമല്ല, നമുക്ക് നോർമലായാൽ മതി. സംഭവം ക്രാവ് നോർമൽ, ഡെലിവറിയിൽ പുറത്തേക്ക് എന്താണ് ഡെലിവറി പെയിൻ എന്ന് എനിക്കറിയണം. അന്ന് DY പാട്ടിൽ ജോലി ചെയ്യുന്ന ടൈമിൽ ഈ ഡെലിവറി പെയിൻ എടുത്ത് ചേച്ചിമാരി ഓള് എൻ്റെ അമ്മോ അച്ഛോ ഭർത്താക്കന്മാരെ ചീത്ത പറയലൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കേണ്ടത് ഇത് ഇത്ര പെയിൻ ഉണ്ടോ, ഒന്ന് അനുഭവിച്ചറിയണം എന്നുള്ള അന്ന് തൊട്ടുള്ള ഒരു ആഗ്രഹമാണെന്നു. അങ്ങനെ ഡെലിവറി പെയിൻ വേണ്ടി കാത്തിരിക്കുന്ന ആ ടൈം ഡെലിവറി പെയിൻ ആവും, ഇപ്പൊ ഡെലിവറി പെയിൻ ആവും എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുക. വെള്ളിയാഴ്ചയായി, വ്യാഴാഴ്ച അഡ്മിറ്റ് ആയിട്ട് വെള്ളിയാഴ്ച ഇപ്പം എന്നോട് ഡോക്ടർ പറഞ്ഞു, ശ്രീജ കുഞ്ഞ് വരണമൊന്നുമില്ലേ, ശ്രീജ വീട്ടിൽ പോക്കോ, റൂമൊക്കെ എടുത്തതല്ലേ ഡോക്ടറെ, ഞാൻ പോകണോ 2 ദിവസം കൂടി നിൽക്കാന്ന് പറഞ്ഞു. അപ്പൊ October 8 ഡേറ്റ്, ചിലപ്പോൾ October 8 ആവുള്ളൂ, ശ്രീജ അപ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് കെട്ടും കടയെടുത്ത് പെട്ടിയും പ്രമാണമൊക്കെ പറക്കി കൂട്ടി ഞാനും അമ്മയും രാജേട്ടനും ഭാഗ്യനും കൂടി നമ്മുടെ മയിൽപ്പീലിയുടെ വണ്ടിയിൽ കയറി ഇങ്ങോട്ട് പോന്നു. വീട്ടിലെത്തി വെള്ളിയാഴ്ച അങ്ങനെ കഴിഞ്ഞു. ശനിയാഴ്ച ഞാൻ വീണ്ടും വലിയ വയറൊക്കെ ഉണ്ടല്ലോ, അന്നൊരു പച്ച ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അടിച്ചു വാരിക്കൊണ്ടിരിക്കുമ്പോൾ ഈ നടുവേദന വരുന്നുണ്ട് കേട്ടോ. അപ്പം നടുവേദന ഫോൾസ് പെയിൻ ആവും എന്ന് എനിക്ക് തോന്നി. അതായത് പെയിൻ വരുന്നത് കറക്റ്റ് ഇൻ്റർവെല്ലിലല്ല. നമുക്ക് ഡെലിവറി പെയിൻ എപ്പോഴും വരിക കറക്റ്റ് ഇൻ്റർവെല്ലിലായിരിക്കും. അതായത് കോൺട്രാക്ഷൻ വരുന്നത് കറക്റ്റ് ഇൻ്റർവെല്ലിലായിരിക്കും, ഡയലറ്റേഷനും കോൺട്രാക്ഷനും വരുന്നത്. അത് നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. അങ്ങനെയല്ല വരുന്നത്. അപ്പം ഞാൻ എന്താ ചെയ്തത് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മോട് പറഞ്ഞു, അമ്മ എനിക്ക് പതുക്കെ വേദന എടുക്കുന്നുണ്ട് അമ്മ എന്ന് പറഞ്ഞു. ശനിയാഴ്ച ഒരു കാലത്തായപ്പോഴാന്ന് തോന്നുന്നു പറഞ്ഞു. വെള്ളിയാഴ്ച നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു, ശനിയാഴ്ച കാലത്ത് അങ്ങനെ പറഞ്ഞു. ശനിയാഴ്ച കാലത്ത് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ശരിക്കുള്ള ഇൻ്റർവെല്ലല്ല, അപ്പം എനിക്കിത് ഫോൾസ് പെയിൻ ആണെന്ന് തോന്നിയത്. കുറച്ച് കഴിഞ്ഞപ്പോൾ മാറിക്കോളൂന്ന് വിചാരിച്ചു. പൊതുവേ നമ്മൾ അങ്ങനെയാണല്ലോ, വലിയ പുറത്തേക്ക് അവസ്ഥയിലാത്തുമ്പോഴും എന്ത് കാര്യങ്ങളും ഞാൻ ചെയ്യുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം ഞാൻ വേദനയൊന്നുമില്ല, ഞാൻ അടിച്ചു വാരി കഴിച്ചാൽ ഇപ്പോൾ വീടിൻ്റെ അടുത്തിരിക്കുന്ന ചേച്ചി ഞാനിങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ചോദിച്ചാൽ എന്താ മോളെ വയ്യായോ വല്ലതും ഉണ്ടാകും ചോദിച്ചു. അന്ന് നമ്മളെല്ലാവരും കെയർ ചെയ്യുന്ന ഒരു ടൈമാണ്. നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ പക്ക അയൽപ്പക്കാരാണ്, എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ ചേച്ചി എനിക്കിപ്പോൾ അതൊക്കെ ഇങ്ങനെ വേന എടുക്കണ പോലെ ഉണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വേദന ഇങ്ങനെ സഹിക്കാൻ പറ്റാണ്ടായി തുടങ്ങി. അതായത് സഹിക്കാൻ പറ്റാണ്ടായിക്കോളെ, എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇത് എല്ലാം കാര്യം പോലെയല്ല, കടാവ് ഇങ്ങോട്ട് പുറത്തേക്ക് വരെ, അതായത് കൊച്ചു പുറത്തേക്ക് വരെ. അപ്പോൾ നമ്മൾ എന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാഗ്യനെ വിളിച്ചു. ഭാഗ്യനെ വീട്ടിൽ നമ്മുടെ കടയിൽ നിന്ന് മയിൽപ്പീലിയും കൊണ്ട് ഭാഗ്യം വന്നു. ഹോസ്പിറ്റലിൽ വണ്ടിയിൽ കയറി നമ്മൾ മണ്ണുത്തി വഴി ജില്ലയിലേക്ക് പോവാണ്. അവിടെ ജില്ലയിലെത്തി എന്നോട് ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നേരെ ലേബർ റൂമിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അമ്മ ലേബർ റൂമിലേക്ക്, ഡോക്ടർ എല്ലാവരും പറയാറില്ലേ ഭയങ്കര റൂഡായിട്ടാണ് സംസാരിക്കുക എന്നൊക്കെ, നഴ്സുമാരൊക്കെ ഒക്കെ വെറുതെ പറയണതാട്ടോ. ഡോക്ടർമാരും ഗവൺമെൻറ് ഹോസ്പിറ്റലിലത്തെ നഴ്സുമാരൊക്കെ പക്ക പെർഫെക്റ്റ് ആണ്. അത് നമ്മൾ അങ്ങോട്ട് പെരുമാറുന്ന പോലെ ഇരിക്കും അവരും ഇങ്ങോട്ട് പെരുമാറുന്നത് മാത്രം. എന്നെ ഇങ്ങനെ ഉള്ളം കയ്യിൽ കൊണ്ടു നടക്കാൻ, ലിഫ്റ്റൊന്നും ഇല്ല എന്നവിടെ എന്താണെന്നൊക്കെ അറിഞ്ഞുകൂടാട്ടോ. നമ്മുടെ വണ്ടി ഉന്തണ സ്ലോപ്പിൽ കൂടെ ഒന്നല്ല. ഞാൻ കോണിപ്പടി കയറി നേരെ കണ്ട് പോയപ്പോൾ ഡോക്ടറിനോട് ചോദിച്ചു, നമുക്കൊരു വെള്ളം ഉടുപ്പും ഒരു ഷർട്ടും നമുക്ക് റെഡിയാക്കി വെക്കണം. അതൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം ഒരു ഷർട്ടും ഒരു ഇതും ഇന്നറൊന്നും ഇടാതെ ആദ്യം തന്നെ, അതായത് പ്രീ ലേബർ റൂം ഉണ്ടല്ലോ, അത് ലേബർ നടക്കണതിന് തൊട്ട് മുമ്പിലുള്ള റൂമിൽ കൊണ്ടിരുത്തിയിട്ട് കൊച്ചിൻ്റെ ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യുന്നുണ്ട്, എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. ഒരു ഗമട്ടം വയറും ഉണ്ട്. അതൊക്കെ കണ്ടിട്ട് എന്നോട് ആദ്യം വന്ന സിസ്റ്റർ ചോദിച്ചു, മോളെ ഡബിൾ ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അല്ല സിസ്റ്റർ ഒരാളുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഡോക്ടർ വന്നിട്ട് എന്നോട് ചോദിച്ചത്, എൻ്റെ ഡോക്ടറല്ലേ വേറൊരു വന്നിട്ട് ചോദിച്ചത് ഇതിൽ 3 എണ്ണം ഉണ്ടോ എന്ന് ചോദിച്ചേ. അത്രയും വലിയ വയറായിരുന്നു. അപ്പോൾ ഡോക്ടർ വന്നു, കാര്യങ്ങളൊക്കെ PV ഒക്കെ ചെയ്ത് നോക്കി, കുട്ടി ഇറങ്ങി വരുന്നുണ്ട് എന്ന് പറഞ്ഞു, ഓക്കെ ആണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പെയിന് കറക്റ്റ് ടൈമിൽ ഇൻ്റർവെല്ലിലൊന്നും വരണില്ല. അപ്പം എനിക്ക് കാര്യം ഏകദേശം പിടികിട്ടി, ഇത് കത്തി വെക്കേണ്ടി വരുമോ എന്നുള്ള ചെറിയൊരു ഭയം എന്നിലുണ്ടായിരുന്നു. ഭയമൊന്നുമില്ല, ഓപ്പറേഷൻ എനിക്ക് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു നോർമൽ ഡെലിവറി ആവണമെന്ന്. അത് കഴിഞ്ഞ് വൈകുന്നേരം 8 മണിയായിട്ടും പ്രത്യേകിച്ചും ഒന്നും ഉണ്ടായില്ല.
ഞാനപ്പോൾ എൻ്റെ കൂടെ കയറ്റി കുട്ടികളൊക്കെ പ്രസവിച്ച് കുഞ്ഞിനെയും കൊണ്ട് പോയി. ഞാൻ മാത്രം അവിടെ കിടക്കുകയാണ്. 2 സിസ്റ്റർമാരുണ്ടായിരുന്നു. അവിടെ നിന്ന് തന്നെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയിട്ടില്ല, പ്രീ റൂമിലാണ് ഞാൻ കിടക്കുന്നത്. പേഷ്യൻറ്റിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞോളൂ, ആൾ നേഴ്സാണെന്ന് പറഞ്ഞു. നമ്മൾ ഫ്ലൂയിഡ് പൊട്ടിച്ച് കളയാൻ പറഞ്ഞു. 4 ഫ്ലൂയിഡ് വരുമ്പോൾ അത് പൊട്ടിച്ച് കളയാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് പൊട്ടിക്കുന്ന സമയം വരെയായിരുന്നു ഞാൻ ഹാപ്പി ആയിട്ടുണ്ടായിരുന്നത്. പിന്നെയുള്ള സമയം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ടെൻഷൻ നിറഞ്ഞ സമയങ്ങളായിരുന്നു. എനിക്കുള്ള ടെൻഷനുകൾ പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് എന്ത് ടെൻഷനാവും. എനിക്കറിയാം കുറേ കാര്യങ്ങളൊക്കെ, ഇത് മെഡിക്കലി ഇങ്ങനെയാണ് സംഭവം എന്നറിയാം. പക്ഷെ പുറത്ത് നിൽക്കുന്ന ആൾക്കാരുടെ, ഭാഗ്യൻ്റെ അമ്മയുടെ, ചേച്ചിയുടെ, എൻ്റെ അമ്മാവൻ്റെ വൈഫ് ഉണ്ടായിരുന്നു, അമ്മായി ഉണ്ടായിരുന്നു, അമ്മായിയുടെ ഒക്കെ അവരിങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ടൈമാണ്. വെള്ളം പൊട്ടിച്ച് കളഞ്ഞപ്പോൾ ഒരു കറുത്ത വെള്ളമാണ് പോകുന്നത്, വളരെ ഡാർക്കായിട്ടുള്ള വെള്ളമാണ് പോകുന്നത്. അപ്പോൾ ശ്രീകുട്ടൻ മഷി ഇറക്കിയിരുന്നു, അതായത് മെക്കോണിയം ബാസിയ എന്ന് പറയും നമ്മൾ സയൻറ്റിഫിക്കലി. മഷി ഇറക്കുക, അതായത് മോഷൻ പോവുക. ഇപ്പോൾ വളരെ പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ അവൻ അപ്പിട്ടിട്ടുണ്ടായിരുന്നു. അത് ആസ്പിറേറ്റ് ചെയ്താൽ, അതായത് അത് മൂക്കിക്കൂടെ അവൻ വലിച്ചു കയറ്റി കുട്ടിയുടെ ലങ്സിലെത്തിയ ഇവൻ ദർ ഈസ് എ ചാൻസ് ഫോർ ഡെത്ത്, അതായത് ബേബിയുടെ ഡെത്തിന് കാരണമാവും. അപ്പോൾ സാധാരണ നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് അപ്പോൾ എല്ലാവരും ചർച്ചയും കാര്യങ്ങളൊക്കെ ആയി നമുക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് മാറ്റാം. പക്ഷെ അപ്പോഴും എൻ്റെ അമ്മയ്ക്ക് നല്ലൊരു ധൈര്യം ഉണ്ട് കേട്ടോ, പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് മാറ്റാം എന്നൊക്കെ പറഞ്ഞു. ഭാഗ്യനും അമ്മയുടെ ഒപ്പം തന്നെ നിന്നിരുന്നത്. അങ്ങനെ വാശിയൊന്നും പിടിച്ച് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോയി ഇപ്പം ഓപ്പറേഷൻ നടത്തണം എന്നൊന്നും അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഡോക്ടറും പറഞ്ഞില്ല ഇപ്പം ഓപ്പറേഷൻ നടത്തണം എന്ന്. എന്നോട് പറഞ്ഞു മഷി ഇറക്കി കുട്ടി എന്ന് പറഞ്ഞു. ഡ്രിപ്പ് ഇടാൻ പറഞ്ഞു, ഡ്രിപ്പ് ഇട്ടു. ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞിട്ടുള്ള മെഡിസിനാണ് നമുക്ക് കയറ്റുക, ഡയലറ്റേഷൻ ഉണ്ടാകാനായിട്ട് മരുന്ന് കയറ്റിയപ്പോഴും ഞാനിങ്ങനെ അപ്പോഴൊരു വിശ്വാസത്തിലാണ്, ഒരു 6 മണിക്കൂർ വരെ നമുക്ക് വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നോർമൽ ഡെലിവറിക്കുള്ള ചാൻസ് ഉണ്ട്. ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ നമുക്ക് 6 മണിക്കൂർ വെയിറ്റ് ചെയ്യാം, ചിലപ്പോൾ എൻ്റെ മോൻ വജൈന വഴി വന്നാലോ, കത്തി വയ്ക്കാണ്ട് വന്നാലോ എന്നൊരു, കാരണം എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ആഗ്രഹം, എന്തിനാണ്? ചിലവരിപ്പോൾ ഒന്നാമത്തെ കാര്യം, രണ്ടാമത് നമുക്ക് ഒരു കുഞ്ഞുണ്ടാവേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. മൂന്നാമതൊരു കുഞ്ഞിന് വേണമെങ്കിൽ നമുക്കൊരു ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. നാലാമതൊരു കുഞ്ഞിന് വേണമെങ്കിൽ നമുക്ക് ഓപ്ഷനില്ല, നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല. ഡോക്ടർമാർ പറയുന്നത് റിസ്ക് ആണ്, ചെയ്യില്ല എന്ന് അവർ പറയുള്ളൂ. അപ്പോൾ 3 പെൺകുട്ടിയായിട്ട് ഒരു ആൺകുട്ടീനെ വേണമെന്നുണ്ടെങ്കിൽ പറ്റില്ല, 3 ആൺകുട്ടിയായിട്ടൊരു പെൺകുട്ടി വേണമെന്നുണ്ടെങ്കിലും പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ വളരെ ആധികാരികമായിട്ട് ചിന്തിച്ചിരുന്ന ഒരു ടൈമാണോ അത് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഡോക്ടറിനോട് പറഞ്ഞു പേടിയുണ്ടോയെന്ന് ചോദിച്ചു. പേടിയൊന്നുമില്ല. 2 സിസ്റ്റർമാരിങ്ങനെ ഒപ്പിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് തിരിയുമ്പോഴും ഇങ്ങോട്ട് തിരിയുമ്പോഴും ഒക്കെ ഇങ്ങനെ വെള്ളം പോയിക്കൊണ്ടേ ഇരിക്കുക, വെള്ളം ഇങ്ങനെ പോവുക. 1 മുണ്ട്, 2 മുണ്ട്, 3 മുണ്ട്, 4 മുണ്ട്, ഇങ്ങനെ പാഡുകളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നനഞ്ഞ് വെള്ളമായി. വയറൊരു പകുതിയായി വെള്ളം പോയിട്ട്. ശ്രീകുട്ടൻ മാത്രമായി. ഹാർട്ട് ബീറ്റ് അപ്പോഴും എനിക്ക്, ഞാൻ പറഞ്ഞ ഹാർട്ട് ബീറ്റ് അപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ വയറുമ്പോൾ എടുക്കാതെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കിർക്കിർ നമുക്ക് തന്നെ കേൾക്കുകയും ചെയ്യാം. അങ്ങനെ അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനത് കേട്ടോണ്ട് അങ്ങനെ കിടക്കുകയാണ് ആ രാത്രി മുഴുവൻ. വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ. കാരണം ഞാൻ ഡോക്ടറോടൊപ്പം പറഞ്ഞു, ഞാൻ വെറുതെ അന്ന് അത് വളരെ ഇമോഷണലായിട്ട് പറഞ്ഞ കാര്യമാണ്. ഇപ്പൊ ആലോചിക്കുമ്പോൾ എനിക്ക് ചിരി വരുന്നുണ്ട്. ഒരാളെയായിട്ട് രക്ഷിക്കേണ്ട ഡോക്ടറെ, കാരണം നമ്മൾ ഒരു 9 മാസമായിട്ട് ആ ഒരു മുഖം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കണത്. ഒരാളെയായിട്ട് രക്ഷിക്കേണ്ട എന്ന് ഞാൻ പറഞ്ഞു ഡോക്ടറോട്. അപ്പോൾ ഡോക്ടറോട് താൻ എന്തോടെ ഇങ്ങനെ പറയണേ, ഞങ്ങൾ 2 ആളെ രക്ഷിച്ചു തരും, 2 ആൾക്കും ഒരു കുഴപ്പം പറ്റില്ല, ഞാനല്ലേ എന്ന് പറഞ്ഞിട്ട് രമേശ് ഡോക്ടർ, അന്ന് രമേശ് ഡോക്ടറാണ് എൻ്റെ കൈ പിടിച്ച് എന്നെ ആശ്വസിപ്പിച്ചത്. എൻ്റെ ഡോക്ടറല്ല, അവർ 2 ആളും കോവർക്കേഴ്സാണ്. അപ്പോൾ അവരിങ്ങനെ എനിക്ക് നല്ല ധൈര്യം തന്ന്, സിസ്റ്റർമാരും അതെ നല്ല ധൈര്യം തന്ന്. എനിക്കിങ്ങനെ ചാരണ കസരയിൽ കൊണ്ടിരുത്തുന്നവർ ആയിക്കോ, ചിലപ്പോൾ നോർമൽ ആയതുകൊണ്ട്. പക്ഷെ പെയിൻ വരുന്നുണ്ട്. അത് ഇപ്പോൾ ഒരു പെയിൻ വന്നാൽ പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്ത പെയിൻ വരിക. ഞാനിങ്ങനെ ഹരേ കൃഷ്ണ എൻ്റെ കൃഷ്ണവിളി പുറത്തേക്ക് കേൾക്കുന്നുണ്ടായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയും അമ്മായിയും ചേച്ചിയും രാജുവേട്ടനൊക്കെ. അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് അമ്മ ഇടയ്ക്കിടയ്ക്ക് വന്ന് എന്നെ കാണും. കാരണം അമ്മയുടെ ആത്മാവും ജീവനും ഞാനാണേ. ഭാഗ്യനാണെങ്കിൽ പേടിയായിരുന്നു അങ്ങനെ അവസ്ഥയിൽ കാണാൻ വേണ്ടിയിട്ട്. ചേച്ചിക്ക് അമ്മായിക്ക് ഒട്ടും തരില്ല. അച്ഛനാണെങ്കിൽ പാവം, അതിന് ഇതിനെ കുറിച്ചിട്ടൊന്നും അറിയൂല. കുഞ്ഞനും ഏട്ടായിയാണ് പിന്നെ ഉള്ളത്. ഏട്ടായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പേടിയുള്ള, ഭയങ്കര പേടി ഏട്ടായിക്കൊക്കെ. ഭയങ്കര പേടിയാണ് എല്ലാവർക്കും, എന്നോടുള്ള അമിതമായ സ്നേഹവും. അതിപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ കാണുമ്പോഴേ അറിയാമല്ലോ. അപ്പം അങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ. അങ്ങനെ ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോൾ പുലർച്ചെ ആയപ്പോൾ ഡോക്ടർ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഡോക്ടർ ഒന്നും പറഞ്ഞില്ല, ഡ്രിപ്പ് ഇട്ടു, ഫോളീസ് കാത്തീറ്റർ ഇടാൻ വന്നു ഡോക്ടർ. ഞാൻ പറഞ്ഞു ഡോക്ടർ അത് ശരിയാവില്ല അല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, നമുക്കൊന്ന് ഇനി വൈകിക്കാൻ പറ്റില്ലേ ശ്രീ, നമുക്ക് 6 മണിക്കൂർ ഏകദേശം ആവാറായി, നമുക്ക് വീട്ടുകാരോട് അപ്പോൾ തന്നെ തലേദിവസം തന്നെ ഡോക്ടർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒരു ഇതാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞു നമുക്ക് സിസേറിയമ്മയ്ക്ക് പോവാം എന്ന് പറഞ്ഞു. ദൈവമേ, എൻ്റെ തലയിൽ ഇടിവിട്ടുകൊണ്ടൊരു സമയമായിരുന്നു അത്. ഞാൻ
എന്താ പറയാ, ഒരു പ്രത്യേക അവസ്ഥയായിരുന്നു അത്. പോലീസ് കാത്തീറ്റർ ഇട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി സംഭവം കയ്യിൽ നിന്ന് പോയിന്ന്. ശനിയാഴ്ച ഫുള്ളും നമ്മൾ വേദന എടുത്തിട്ട് പിന്നെ ഞായറാഴ്ചയാണ് നമ്മൾ ഹോസ്പിറ്റൽ ലേബർ റൂമിലേക്കല്ല ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറുന്നത്. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് തന്നെ ഒരു 8 മണിയായപ്പോൾ കയറ്റി. ഡോക്ടർ എന്നോടുള്ള അമിതമായ ഇഷ്ടം കൊണ്ടാണെന്ന് തോന്നുന്നു. അന്ന് അനസ്തേഷ്യോളജിസ്റ്റ് ഒന്നുമില്ല, ഡോക്ടറുടെ ഹസ്ബൻഡാ, കസിൻ അങ്ങനെ ഒരാളാണ് വന്നിട്ട് അനസ്തേഷ്യ തന്നത്. അപ്പൊ അനസ്തേഷ്യക്ക് ഒത്തിരി പേടിയുണ്ടായിരുന്നു. കാരണം ഇത് നമ്മൾ നേഴ്സാണെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും സ്വന്തം അനുഭവത്തിൽ വരുമ്പോൾ ഇത്തിരി ഒരു പേടി ഉണ്ടാവും നമുക്ക്. പക്ഷെ എനിക്ക് അങ്ങനെ കാര്യമായ പേടികളൊന്നും ഉണ്ടായിരുന്നില്ല. അയ്യോ അമ്മ അപ്പ ഇപ്പൊ അച്ഛന്ന് വിളിച്ച് പറയുന്ന പരിപാടികളൊന്നും ഇല്ല. ഇതിപ്പോ ഇത്രയ്ക്കുള്ള സംഭവമുള്ളൂ എന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു. എന്നോട് ചോദിച്ചു ജോണ്ടീസ് ഉണ്ടോ കാര്യങ്ങളുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ടേബിൾ ഞാനിങ്ങനെ എനിക്ക് അതിനേക്കാളും മുന്നേ കാലത്ത് എന്നിട്ട് ഞാൻ ഭാഗ്യനെ കാണുന്ന രൂപം. ഞാൻ വൈകുന്നേരം പോകുമ്പോൾ എനിക്ക് കാടമുട്ടയും ദോശയാണ് മേടിച്ചത്. അത് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാലും ഒരു കാടമുട്ടയൊക്കെ പറക്കി തിന്ന് ഏട്ടനോട് തമാശയൊക്കെ പറഞ്ഞ് തലയൊക്കെ ആട്ടി ഉമ്മയൊക്കെ കൊടുത്ത് എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് നിർത്തായിരുന്നു കേട്ടോ. എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ, കാരണം ആൾക്കറിയാം എനിക്ക് നോർമൽ ഡെലിവറി ആവണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടെന്നുള്ള കാര്യം വലുതായിട്ട് അറിയാം. പിന്നെ ഭാഗ്യനെ ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല, പച്ച പാവാണത്. അപ്പോൾ അതിങ്ങനെ എൻ്റെ അടുത്തിങ്ങനെ കെട്ടിപ്പിടിച്ച് എൻ്റെ അടുത്തിരുന്ന് എൻ്റെ ബാക്ക് ഒഴിഞ്ഞ് എൻ്റെ നടുക്ക് ഇങ്ങനെ ഒഴിഞ്ഞു തരും. അമ്മായിയും കുറേ ഒഴിഞ്ഞു തന്നു, അമ്മയും കുറേ ഒഴിഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ ഒഴിഞ്ഞു തരലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ആ മനുഷ്യനെ പിറ്റേ ദിവസം നോക്കുമ്പോഴേ 2 ഇഞ്ച് താടി വളർന്ന് മുടിയൊക്കെ ഇങ്ങനെ പൊന്തി നിന്നിട്ട് അവിടെയാണെങ്കിൽ ആണുങ്ങളെ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റൂല, ആണുങ്ങളെ ഹോസ്പിറ്റലിൻ്റെ പുറത്തേക്ക് ആക്കും. ഭാഗ്യം പാവ വണ്ടിയിലിരുന്നിട്ടേ ഞാൻ വരുമ്പോഴേക്കും ഒരു ഭ്രാന്തൻ്റെ പോലത്തെ കോലം. ദൈവമേ, ഞാൻ അത് കണ്ടിട്ട് എനിക്ക് സങ്കടമായേ. കാരണം ടെൻഷൻ അടിച്ചിട്ടേ എനിക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ളൊരു ടെൻഷൻ. അങ്ങനെ ഒരു 8 മണിയായപ്പോൾ നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എന്നെ കയറ്റി. അവിടെ കയറ്റിയിട്ട് ഡോക്ടർ വന്നിട്ട് എന്നോട് ചോദിച്ചു, ശ്രീ അനസ്തേഷ്യ തരികയാണ് ശ്രീ, ജോണ്ടീസ് ഉണ്ടോ, ഡയബറ്റീസ് ഉണ്ടോ, ഹൈപ്പർ ടെൻഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അതൊന്നുമില്ല എന്ന് പറഞ്ഞു. ചെരിച്ച് കിടത്തി. നമ്മൾ വിവസ്ത്രരായിട്ടാണ് കിടക്കുന്നത്. അതിപ്പോൾ നമുക്ക് ആണ് ഡോക്ടറാണോ പെണ്ണ് ഡോക്ടറാണോ എന്നൊന്നും പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല. മറ്റേ എന്താ പറയുക, ബീറ്റാഡിനൊക്കെ പുരട്ടി അനസ്തേഷ്യയുടെ ആ ഭാഗം കറക്റ്റായിട്ട് വെച്ചു. വലിയൊരു നീഡിലാണ് കയറ്റുക. നമുക്ക് CSF നമ്മുടെ ജനറൽ അനസ്തേഷ്യ അല്ല, സ്പൈനലാണ് തരുന്നത്. അപ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. മുകളിലേക്ക് നോക്കിയാൽ എനിക്ക് ആ ലൈറ്റിൻ്റെ ആ വട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ എനിക്കെല്ലാം കാണുന്നുണ്ടായിരുന്നു. ഞാനപ്പോൾ ഇങ്ങനെ ഡോക്ടറിനോട് ചോദിച്ചു, ഒന്നുമില്ല, വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കലേ എന്നോട് പറഞ്ഞു, ഈ കാലിൻ്റെ മുട്ടില്ലേ, നമ്മുടെ മുട്ട് ഇവിടേക്ക് മുട്ടണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും വലിയ വയറുണ്ടല്ലോ നമുക്ക്, അപ്പോൾ അതെന്തായാലും മുട്ടില്ല. മാക്സിമം ടൈറ്റായിട്ട്, അതായത് പ്രൊമിനൻ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വെർട്ടിബ്ര. അപ്പോഴാണ് അവിടെ നമുക്ക് സ്പൈനൽ തരാൻ പറ്റുള്ളൂ. അതായത് സെറിബ്രൽ സ്പൈനൽ ഫ്ലൂയിഡിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ഇൻജെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും തെറ്റി പറയണമെങ്കിൽ നിങ്ങളൊക്കെ തിരുത്തിക്കോളോട്ടാ, കുറേ നാളത്തെ ഗ്യാപ്പുള്ള കാരണമുണ്ട്. അപ്പോൾ അനസ്തേഷ്യ തരികയാണ്. അനസ്തേഷ്യ തന്നു കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇത് തിരിച്ച് കിടത്തി വയറിൻ്റെ അടിയിൽ ബീറ്റാഡിനൊക്കെ പരട്ടുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ എനിക്കൊന്നും അവിടെ ആകെ മരവിച്ചു. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഒന്നും ഇല്ലാത്ത പോലെയാണ്. ടച്ച് ചെയ്യുമ്പോൾ അറിയുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞ് പിന്നെ എനിക്കൊരു ശബ്ദം മാത്രമേ കേൾക്കാനുള്ളൂ, കിറുന്ന്. അതായത് നമ്മുടെ അടിവയറ് വരയുന്ന ആ ശബ്ദം നമുക്ക് കേൾക്കാം, കറക്റ്റായിട്ട് കേൾക്കാം. ഇങ്ങനെ അതിൻ്റെ ഇടയിൽ നമ്മുടെ കോട്ടറൈസേഷൻ ചെയ്യുന്നത് അറിയാൻ പറ്റും. പിന്നെ നമ്മൾ സക്ക് ചെയ്യുന്നത് അറിയാൻ പറ്റും. അതായത് നമ്മുടെ സക്കിങ് മെഷീൻസ് കൊണ്ട് നമ്മുടെ ബ്ലഡ് എടുത്ത് കളയുന്നത്, വെള്ളം എടുത്ത് പോകുന്നതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അതൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 8-6 ആയപ്പോൾ നല്ലൊരു കരച്ചിൽ കിട്ടും, നമ്മുടെ ശ്രീകുട്ടൻ്റെ കരച്ചിൽ പറഞ്ഞിട്ട്. അപ്പോൾ ശ്രീകുട്ടൻ്റെ കരച്ചിൽ വന്നപ്പോഴേ എനിക്ക് പെൺകുട്ടികളോട് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ ആൺകുട്ടിയിലും പെൺകുട്ടിയായാലും നമുക്ക് അന്ന് പ്രശ്നം ഉണ്ടായിരുന്നില്ല. ശ്രീജ കുട്ടി സേഫാണ്, മെക്കോണിയം പാസ് ചെയ്തതിൻ്റെ ഒരു കുഴപ്പങ്ങളും അവനില്ല, അവൻ ആസ്പിറേറ്റ് ചെയ്തിട്ടില്ല എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ആൺകുട്ടിയാണെന്ന് മനസ്സിലായി. ഭാഗ്യനെ ആൺകുട്ടികളോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഭാഗ്യനെ ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവനെ എനിക്ക് കാണിച്ചൊന്നും തന്നില്ല. ഞാൻ കണ്ണങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ടാവും. നമ്മുടെ ഇങ്ങനെ മുകളിലേക്ക് മാത്രമേ കാണുള്ളൂ, ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ അടച്ചു വെച്ചിട്ട് ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ കണ്ടുറന്നത്. അത് കഴിഞ്ഞിട്ട് കുഞ്ഞിനെ അവങ്ങനെ കരയുന്നുണ്ട്. എനിക്ക് സ്റ്റിച്ച് ചെയ്യലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് നല്ല ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അന്നും നല്ലതായിട്ട് ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ മെഥാർജി എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഇഞ്ചക്ഷൻ തരും. 0.2 ml ആണെന്ന് തോന്നുന്നു കൊടുക്കുക, 0.2 mg എങ്ങോട്ടാണ് നമുക്കത് തരിക. ഡോക്ടർ എനിക്കത് 0.6 mg തന്നു, അതായത് ബ്ലീഡിങ് അധികമുള്ള കാരണം കൊണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ എന്നെ ഷിഫ്റ്റ് ചെയ്തു, OT-ന്ന് സ്ട്രെച്ചറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഞാൻ OT-യുടെ പുറത്തെത്തിയപ്പോഴേ ഞാൻ ആകെ പാൽപിറ്റേഷൻ, ഭയങ്കര പാൽപിറ്റേഷനും
ഹൃദയം കൊണ്ട് പൊട്ടി പുറത്തേക്ക് വരുന്നൊരു ഫീലിങ്സ്. വിറയ്ക്കാൻ തുടങ്ങി, മൂക്കിൽ നിന്ന് ബ്ലഡ് എടുക്കാൻ തുടങ്ങി. ഞാൻ ആ ഒരു നിമിഷത്തിൽ വിചാരിച്ചത് എൻ്റെ മകനെ കാണാണ്ട് ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകേണ്ടി വരിക ഈശ്വരാണ്. ഇപ്പോഴും കൺസീവ് ആവാൻ പേടിയുള്ളത് എനിക്ക് ആ ഒരു നിമിഷത്തെ ആലോചന കൊണ്ടാണ്. എൻ്റെ മോനെ, അമ്മയും രാജുവേട്ടനും മോനെ കൊണ്ട് ലേബർ റൂമിൽ നിന്നാണ് കുട്ടികളെ കിട്ടുക. അവരെ അങ്ങോട്ട് കൊണ്ടുപോയി. പിന്നെ ഉള്ളത് എൻ്റെ ചേച്ചിയും അമ്മായിയാണ്. ചേച്ചിയും അമ്മായി അപ്പുറത്ത് നിന്നിട്ട് കരയുക എൻ്റെ അവസ്ഥ കണ്ടിട്ട്. അതായത് ഞാൻ വിറക്കുകയാണ്. സിസ്റ്റർ ഡോക്ടർ വീട്ടിൽ പോയായിരുന്നു. അത്രയും ദിവസം എൻ്റെ കൂടെ ഇരുന്ന ഡോക്ടറാണ്. അത്രയും നേരം എൻ്റെ കൂടെ ഇരുന്നതല്ലേ. ഡോക്ടർക്കൊന്ന് കുളിക്കുകയൊക്കെ വേണ്ടേ. ഡോക്ടർ വീട്ടിലേക്ക് ഇറങ്ങി എന്നെ സേഫ് ആക്കിയതിന് ശേഷം ഡോക്ടർ വിളിച്ച് വരുത്തിയപ്പോൾ പറഞ്ഞു, എന്നോട് പറഞ്ഞു മെഥാർജിൻ്റെ ഡോസ് കൂടിയതിൻ്റെയാണ് ആ പാൽപിറ്റേഷൻ വന്നത്, സാരമില്ല ഞാനൊരു സെഡേഷൻ തരാം, കുറച്ച് നേരം കഴിയുമ്പോൾ ശരിയായിക്കോളും എന്ന് പറഞ്ഞു. സെഡേഷൻ തന്നിട്ടും എനിക്കൊന്നും ആണില്ല. ഞാനിങ്ങനെ ഷിവർ ചെയ്തുകൊണ്ടിരിക്കുക. കുറച്ച് നേരം കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് എന്നെ വാർഡിലേക്ക് മാറ്റി. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് നോർമലായി. പക്ഷെ ആ ഒരു നിമിഷം ഉണ്ടല്ലോ, ആ ഒരു നിമിഷം എന്ന് പറയുന്നത് ശ്രീകുട്ടനെ കാണാൻ പറ്റാതെ എനിക്ക്, അതൊക്കെയാണ് നമ്മൾ ചിന്തിക്കുക. നമ്മൾ അപ്പോഴൊന്നും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കില്ല. നമ്മൾ ചിന്തിക്കുക നമ്മൾ മരിച്ചു പോവാവോ, അല്ലെങ്കിൽ കൊച്ചിനെ കാണാണ്ട് എനിക്ക് പോകേണ്ടി വരാവോ, അല്ലെങ്കിൽ ഞാൻ കിടന്ന കിടപ്പിൽ ബ്ലീഡിങ് വന്നിട്ടുണ്ടെങ്കിൽ അറിയാലോ നമുക്ക് എന്താ പറയുക, പോസ്റ്റ്മോർട്ടം ഹെമറേജ് എന്നൊക്കെ പറയണത് വളരെ സിവിയർ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. നമുക്ക് അതിനെക്കുറിച്ച് അറിയാവുന്ന കാരണം കൊണ്ടും കൂടി ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു എന്താവും. എൻ്റെ വീട്ടിലാണെങ്കിൽ ഒരു കസിൻ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ട്. ഒരു ഡെലിവറിയോട് കൂടിയിട്ട് ആള് പാരലൈസ്ഡ് ആയി. അത് കഴിഞ്ഞൊരു 2-3 മാസം കഴിഞ്ഞപ്പോൾ ആൾക്ക് ഡെത്തും സംഭവിച്ചു. അപ്പോൾ അതൊക്കെ നമ്മുടെ കുടുംബത്തിലുള്ളൊരു കേസായ കാരണം കൊണ്ടേ. പക്ഷേ അത് അരമണിക്കൂർ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ശ്രീകുട്ടനെ ആദ്യമായിട്ട് കാണുന്ന ഒരു രംഗമുണ്ട്. ഒരു നീല ഇതിലൊക്കെ പൊതിഞ്ഞിട്ട് എൻ്റെ ഏച്ചിയാണ് എനിക്ക് കൊണ്ടുവന്ന് കാണിച്ചിരുന്നത്. അതാണ് എൻ്റെ ഒരു പ്രഗ്നൻസി സ്റ്റോറി എന്ന് പറയുന്നത്. അത് ഒരുപാട് ഞാൻ പറഞ്ഞു എന്ന് തോന്നുന്നു. അത് പിന്നെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. നന്നായിട്ട് ബ്ലീഡിങ് ഉണ്ടായിരുന്നു. ശ്രീകുട്ടൻ്റെ പാല് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവൻ. അപ്പോൾ തന്നെ റൂമിലേക്ക് മാറ്റി. പിറ്റേ ദിവസം റൂമിലേക്ക് മാറ്റി. ആ റൂമിൽ നിന്ന് ഞാൻ ഒരു 1/2 കിലോമീറ്ററോളം പിറ്റേ ദിവസം തന്നെ, എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഒരു 1/2 കിലോമീറ്ററോളം നടന്നുണ്ട് ഞാൻ. എന്നോട് ഡോക്ടർ പറഞ്ഞു നടന്നാലേ ശരീരത്തിൽ താൻ നീരും കാര്യങ്ങളൊക്കെ കുറയുള്ളൂ എന്ന് പറഞ്ഞു. അന്ന് ഞാൻ ശ്രീകുട്ടനെ ചേച്ചി എടുത്തിട്ട് നമുക്ക് പീഡിയാട്രിക് വാർഡിൽ പോയിട്ടുണ്ടെങ്കിൽ നിപ്പിൾ ഉപയോഗിച്ച് നമ്മുടെ ബ്രസ്റ്റ് സെക്ക് ചെയ്യും. അപ്പോൾ പാല് വരും. അപ്പോൾ കുട്ടിക്ക് കുടിക്കാൻ എളുപ്പമാവും എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഒരു 1/2 കിലോമീറ്റർ അന്നങ്ങനെ നടന്നിട്ടുണ്ട്. അങ്ങനെ എനിക്ക് അന്നും വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു. അമ്മ സ്രാവ് കൂട്ടാൻ കൂട്ടി ചോറ് വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ മുരിങ്ങയില ഇട്ടിട്ട് എന്നും ചോറ് വരുന്നത്. മുരിങ്ങയില ഇട്ടിട്ട് നമ്മൾ കുടിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മിൽക്ക് സെക്രഷൻ ഉണ്ടാവും. ശതവാരി കിഴങ്ങിട്ടിട്ട് അമ്മ ചോറ് വരുന്നത്. ഇടിമരുന്ന്, പിന്നെ തെങ്ങിൻ്റെ പൂവ് കഷായം, തെങ്ങും പൂവിൻ്റെ ലേഹ്യം, ഉള്ളി ലേഹ്യം, ചോനരട്ടി, പിന്നെന്താ ഇടംപിരി, വലംപിരി, ധന്വന്തര കഷായം, ധന്വന്തരം കുഴമ്പ്, മുക്കൂട്ടിട്ടിട്ടുള്ള എണ്ണകുളി, തലയിലാകുമ്പോൾ എണ്ണ തേച്ച് കുളിപ്പിക്കല്. അത് കഴിഞ്ഞ് വേദം വെള്ളത്തിൽ കുളിപ്പിക്കുന്നു പറയാം. തിളച്ച വെള്ളത്തിൽ നമ്മൾ കുളിപ്പിക്കുക. അന്ന് അമ്മൂട്ടിയമ്മയുണ്ട്, ഞാൻ കാണിച്ചു തരാറില്ല. അമ്മൂട്ടിയമ്മ വന്ന് പിഴിഞ്ഞ് കുളിപ്പിച്ച് അന്ന് ഞാൻ വയറൊന്നും, എല്ലാവരും പറയും വയറൊക്കെ കെട്ടണമെന്നൊന്നും. ഞാൻ വയറൊന്നും കെട്ടിയിട്ടൊന്നുമില്ല കേട്ടോ. ഇപ്പോഴും എൻ്റെ വയറ് അങ്ങനെ വലിയ കാര്യമായിട്ട് ചാടിയിട്ടൊന്നുമില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വണ്ണം വയ്ക്കുമ്പോഴും പിന്നെ നമ്മുടെ ആ യൂട്രസിലെ പ്രശ്നം വന്നപ്പോഴും ഇത്തിരി ഒന്ന് ചബ്ബിയായിരുന്നു. അങ്ങനെ ശ്രീകുട്ടൻ വന്നു. ശ്രീകുട്ടൻ്റെ ലോകത്തേക്ക് ആയി. പിന്നെ എൻ്റെ ആ ഒരു ലോകം എന്ന് പറയുന്നത് ഇതാണ് എൻ്റെ പ്രഗ്നൻസി സ്റ്റോറി. എന്താ പറയുക, പക്ഷെ നോർമൽ ഡെലിവറി നടന്നില്ല എന്നുള്ളത് ചെറിയൊരു സങ്കടമാണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ അത് പറ്റൂല. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ സ്റ്റോറി എന്ന് പറയുന്നത്. ഇതിൽ ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക. ടേക്ക് കെയർ, ബൈ. അപ്പം ഇപ്പം കാണുന്ന ശ്രീകുട്ടൻ അങ്ങനെ പല സ്റ്റേജസ് ആയിട്ട് വളർന്നു വന്നു. ഇനി ഞാൻ എപ്പോഴെങ്കിലും എൻ്റെ സ്റ്റോറി പറയാം കേട്ടോ. അപ്പം ഇതിലും കൂടി കുറച്ചും കൂടി വിവരിച്ച് പറയാം. ഇതിലും വിവരിച്ച് പറയാൻ നിങ്ങൾക്ക് ബോറടിക്കില്ല അല്ലേ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.